ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ അടുത്ത ദിവസം നമ്മൾ അങ്ങനെ നേരെ ആർമി ട്രക്ക് വിൽക്കുന്ന ആളുടെ അടുത്തോട്ട് പോവുകയാണ്. നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം ഇതാണ്. 900 രൂപയാണ് ഈ റൂമിന്റെ പൈസ. അത്യാവശ്യം കണ്ണിൽ കൂടെ വെള്ളം വന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചു. 2 റൂമും കൂടെ 1800. ഒറ്റ റൂമുകളുടെ കച്ചവടമില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ പൈസ കിട്ടി. ഫുൾ AC, സൺറൈസ് AC. അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ഗൈസ് നോക്കൂ, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു ഔട്ട്ഡോർ സംഭവം എന്ന് വെച്ചാൽ ഈ റൂമിന്റെ. ഇതാണ് രണ്ടാമത് തുമ്പിയൊക്കെ എടുത്ത റൂമും സംഭവമൊക്കെ ഇതായിരുന്നു. തുമ്പി വേറെ പൈസക്കാർ കൊടുത്തിട്ടേ കിടക്കുള്ളൂ. ഗൈസ് നോക്കൂ, അതുകൊണ്ട് നേരെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഫ്രണ്ടിലേക്ക് വന്നിരുന്നതുണ്ട്. ഇതുപോലെ റിസപ്ഷനും സംഭവങ്ങളൊക്കെ. നമ്മുടെ വണ്ടി പുറത്താണ് ഇട്ടിരിക്കുന്നത് ഗായ്സ്. രാവിലെ നല്ല രീതിയിലുള്ള ക്ലൈമറ്റാണ് ഗായ്സ്. മൊത്തത്തിൽ കൊള്ളാം ഗായ്സ്. അപ്പം നമ്മൾ നേരെ പോവുകയാണ് രാവിലെ. എല്ലാവരും ഇറങ്ങട്ടെ, അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗായ്സ്. നമുക്ക് വണ്ടി എടുക്കണം ഗായ്സ്. ഇന്നലെ തന്നെ 2 പേര് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഗായ്സ് ആ വണ്ടി നോക്കിയായിരുന്നു. പോകാതിരുന്നാ മതിയായിരുന്നു ഗായ്സ്. അപ്പം നമ്മൾ നേരെ ഈ വഴിയാണ് നമുക്ക് വേണ്ടി. ഇതിലെ പോയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് അത്യാവശ്യം റൂട്ടൊക്കെ അറിയാം, അതൊന്നും പേടിക്കാൻ. ഇന്നലെ ഒരു ഹോട്ടലിൽ പൈസ വെച്ചിട്ട് വന്നു. കാറിൻ്റെ താക്കോലുണ്ട്. ഇത് തന്നെയാണ്. എങ്ങോട്ട് പോവാ ഗൈസ്? ഫൈനലി സാധനങ്ങളൊക്കെ കയറ്റിയില്ല, അത് കയറ്റണം. പണിയുണ്ട് കേട്ടോ. എന്നിട്ട് വേണം പോകാൻ വേണ്ടി. വീഡിയോ എല്ലാം ഇവിടുന്ന് കയറ്റിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ വേണ്ടി. ഇതൊരു ചെറിയ ചായക്കടയാട്ടോ ഈ സംഭവം. അതെ, ചെറിയൊരു ചായക്കട ഈ സംഭവം. ചായ, കോഫി അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന. ഓ, ഇതാണോ തുമ്പി പറഞ്ഞു? ഇതാണോ തുമ്പി പറഞ്ഞ ചായ പറഞ്ഞ കട? ആണോ? ഞങ്ങളെല്ലാവരും ഇപ്പോഴാണ് കവലപ്പുണ്ടകളായത്. ഇത് കവല, ഇത് പുണ്ട. അതായത് നമ്മളെ കുറിച്ച് കുറ്റം കവലയിൽ ഇരുന്ന് പറയുന്നവരാണ് കവലപ്പുണ്ട. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മളിപ്പോ എല്ലാം കവലപ്പുണ്ടകളാണ്. നമ്മൾ എന്തൊക്കെ അവരാത് ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർത്തു. ഇനി എന്നാ പറയാനുള്ള? പറന്നുപോയ കാക്കേനെ കുറിച്ച് വരെ പറഞ്ഞു. ഇനി എന്നാ പറയാനുള്ള? ഗൈസ്, ഞങ്ങളൊരു കൊച്ചപരാധി മക്കളായി മാറിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് പോവുക അടുത്ത അപരാധ കേസിന്. വെയിറ്റ് ചെയ്യാട്ടോ. ഇത് എന്തുവാണ് ഒരു പൊങ്ങച്ചം കാണിക്കുന്നത്? നിങ്ങൾ മേടിച്ച എക്സൽ ആണ്, നമ്മൾ എന്തിനാ അറിയുന്നത്? എവിടുന്ന? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുള്ളി ക്യാമറ സ്റ്റുഡിയോയിൽ പോയിട്ട് ടീഷർട്ട് മേടിച്ചെന്ന്. അത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. മനസ്സിലായോ? അല്ല ആദ്യം സ്റ്റുഡിയോ എന്നാ പറഞ്ഞേ, ഇപ്പൊ പറയുന്നത് സ്റ്റുഡിയോ എന്ന്. ഫോട്ടോ എടുക്കാൻ പോയി. അതിന്റെ ഇടയ്ക്ക് അവന്റെ പ്രൊമോഷൻ, ഇത് ഞാൻ പ്രൊമോഷൻ ചെയ്യണത് ഇതിന്റെ അകത്ത്. നമുക്ക് ഫൈനലി നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിന് കാല് കൊടുക്കും കേട്ടോ. ഇതൊരു റോക്കറ്റ്, ഒരു ബീസ്റ്റ് ആയത്. ചേട്ടാ, ബീസ്റ്റിന്റെ അർത്ഥം എന്നാ വരത്തേട്ടാ? ബീസ്റ്റ് എന്ന് വെച്ചാ വിജയുടെ പടം അല്ലേ? അങ്ങനെ എന്തൊരു സംഭവമാണ് ബീസ്റ്റ് എന്ന് വെച്ചാൽ. ദേഹത്ത് ധരിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് വെള്ളം ഇല്ലായിരുന്നില്ല, പിന്നെ എങ്ങനെ വെള്ളം വന്ന്? നിങ്ങൾ ഒഴിച്ചു ഗൈസ്. നോക്കി, ഇതിനകത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടാട്ടോ ഞങ്ങൾ വീഡിയോ കയറ്റാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വൈഫൈ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ ഇരുന്നാലും കവലപ്പുണ്ടകളായിട്ട് ഇവിടെ ഇരിക്കുവാണ്. അതിന് ശേഷം വേണം പോകാൻ വേണ്ടി. പാവപ്പെട്ട രാവിലെ ഈ വെയിലാണ് ഉള്ളുന്നെങ്കിൽ നട്ടിക്കുന്ന സമയത്ത് എന്നാ വെയിലായിരിക്കും. ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ, നല്ല കിട്ടിയില്ല കാലാവസ്ഥയായിരുന്നു. അങ്ങോട്ട് കഴിയട്ടെ. ഗൈസ്, തുമ്പിയേ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഫ്ലൂയിഡ്, സാധനങ്ങൾ, സംഭവങ്ങൾ. ഇതിനാകെ ഒരു പ്രശ്നം, ഇവിടെ ഒരു കൊക്കക്കോളയുടെ അടപ്പുണ്ടെന്നുള്ള, അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഓയിലിൻ്റെ ഒന്ന് നോക്കണം തുമ്പി. ഇതെന്നാ സംഭവം? ഈ ബാറ് എന്നാ? ഭയങ്കര സൈലന്റ്. എന്തിനാട്ടെ ഇത് രസമാണെന്ന് അറിയാമോ? ഇത് രസമാണെന്ന് അറിയാമോ യാത്ര ചെയ്യാൻ വേണ്ടി? ഇത് പ്രത്യേക സുഖമാണ്. ഓ, പറഞ്ഞറിയിക്കാൻ വേണ്ടി ഒരു ഫീലിംഗ് അല്ലേ ലിബിയ? ഫൈനലി നമ്മള് നമ്മുടെ വണ്ടിയൊക്കെ വരണം, പോവാം. എടുത്തോ. അയ്യോ, തന്നെ ഒരു ചുള്ളിക്കം പൊടിയുന്ന സൗണ്ട് കേട്ടെ. ഞാൻ കാരണോ തുമ്പി? അതെ ഗൈസ്, നോക്കൂ, ഫൈനലി നമുക്ക് നേരെ പോയേക്കാം. നമ്മളങ്ങനെ നമ്മുടെ ഇന്നത്തെ അദ്യമം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ഉദ്യമത്തിന് വേണ്ടി നമ്മൾ ഇന്ന് യാത്ര ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. കാല് നോക്കണല്ലേ പിന്നെ? കേട്ടാത്തെ തന്റെ വെപ്രാളം ഇത്ര നിൽക്കുന്നുണ്ടോ? തനിക്ക് പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ആളാന്ന് തോന്നുന്നു. യെസ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മൾ പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ഇന്ന് നമ്മൾ പൂർത്തിയാക്കി. നമ്മളിന്ന് വണ്ടിക്ക് അഡ്വാൻസ് കൊടുത്ത് പേപ്പർ റെഡിയാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അല്ലേ തുമ്പി? അതെ. ആണോ? അതെ. ഗൈസ്, തുമ്പിക്ക് ഇതിലെടുക്കാൻ അറിയത്തില്ല.
ഇത്രയും ദിവസം തുമ്പിക്ക് ജീവിക്കാനൊന്നൊരു താല്പര്യമില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടോ. അതായത് ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിനും ഒരു താല്പര്യം. ഇന്ന് മുതൽ തുമ്പിക്ക് ഭയങ്കര സന്തോഷവും ഒരു 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 പ്രത്യേക എന്നാ പറയുക, നമ്മുടെ ഈ എലിയുടെ മൂട്ടി തീ പിടിച്ച അവസ്ഥയാണ്. അതിനാ തുമ്പി അതിനാ നമ്മൾ ആംബുലൻസ് അല്ലേ എടുത്തേക്കുന്നത്, ജീവൻ തന്നെ നിൽക്കുമല്ലോ. എല്ലാ സെറ്റപ്പ് അതിനകത്തുണ്ട്, പഞ്ഞി മുതൽ സ്ട്രക്ചർ വരെ. താനങ്ങ് എടുക്കണോ, ഇടിച്ച് പൊട്ടുവാണ് പൊട്ടിട്ട് ഇൻഡിക്കേറ്റർ മേടിച്ചു കൊടുക്കാം. ആരുടെ? നമ്മുടെ വണ്ടിക്ക് പെയിന്റ് അടിക്കണ്ടേ? നമ്മുടെ വണ്ടി തട്ടിക്ക് ഞാൻ മേടിച്ചു തരും ഗൈസ്. പിന്നെ കൊള്ളാം, നമ്മൾ നേരെ പോകുന്നു ഗൈസ്. ഈ കാണുന്ന ഈ ഒരു ഗല്ലിക്കകത്ത് നിന്ന് വേണം. ഹായ്. കൂടെ കുടിച്ച് അടിച്ചോണ്ട് വന്നവന്മാരാ അവിടെ ഇരിക്കുന്ന ഡൽഹിയില് അല്ലേ? അല്ല, ഈ ഒരു ഗല്ലിക്കകത്തുനിന്ന് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ടോ. ഒരു കാര്യം പറയണല്ലേ, ഇന്നലെ നമ്മൾ ഗ്ലാസ് പറഞ്ഞിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ മിച്ചമുണ്ട്. അതെ ഗൈസ്, ഇന്നലെ ക്ലാസ്സിൽ തുമ്പി നോക്കിയാൽ ഇത് താത്തി ഇട്ടിട്ട് പോയി. ഒരു സാധനം ഇതിന്റെ അകത്ത് ആരും അടിച്ചോണ്ട് പോയില്ല കേട്ടോ. പഞ്ചാബ് ആയിരുന്നു, ഡൽഹി ആയിരുന്നല്ലോ. തുമ്പിയുടെ ഓട്ടോയുള്ള ഷഡ്ഡി വരെ അടിച്ചോണ്ട് പോയിടും ഡൽഹിന്ന്. അല്ല തുമ്പി, തുമ്പിയുടെ ഒരു ഓട്ടോയുള്ള ഷഡ്ഡി അടിച്ചോണ്ട് പോയില്ലേ ഡൽഹിന്ന്? അങ്ങനെ സംഭവം ഉണ്ടായി പോലും. തുമ്പി പണ്ട് 2021 വരുന്ന സമയത്ത് ഒരു ഓട്ടോയുള്ള ഷഡ്ഡി തുമ്പിന്ന് മിസ്സായി. അതുവരെ കാണാണ്ട് ആവശ്യമില്ലാത്ത ഭയങ്കര ഈ ഇത് പറയാൻ ഭയങ്കര താല്പര്യം അല്ലേ. ഇവിടുന്ന് അങ്ങോട്ടാ കേട്ടോ, ഒടുക്കത്തെ എനർജിയാ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണേ, അങ്ങോട്ടാ. രാവിലെ ചാർജ് ചെയ്യുന്ന ഇങ്ങനെ അല്ലേ ഗൈസ്. ഇതാട്ടോ പഞ്ചാബിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. വലിയ വൃത്തിയൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിൽ ഓടുന്ന ഏറ്റവും അത്യാവശ്യം വൃത്തിയുള്ള വാഹനങ്ങൾ കേരള KSRTCക്കും കർണാടക KSRTCക്കുമാണ് ഉള്ളത്. പിന്നെ തമിഴ്നാടിനും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പ്രതീക്ഷിക്കല്. മഹാരാഷ്ട്രയുടെ ഒക്കെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കരഞ്ഞു പോവും. പുള്ളി ഇവിടെ മറ്റേ പൈനാപ്പിൾ വിൽക്കുന്ന ചേട്ടനാട്ടോ. സോറി, പപ്പായ വിൽക്കുന്ന ചേട്ടനാണ്. അപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോണ്. തൊട്ട് ഫ്രണ്ടിൽ ഇവിടുത്തെ പ്രൈവറ്റ് ബസ് നിങ്ങൾക്ക് കാണാം, ലക്കി എന്നാണ് അതിന്റെ പേര്. പോട്ടെ. അത് കഴിഞ്ഞ് അവന്റെ അടുത്ത് വല്ലതും മേടിക്കാം. സെക്കൻഡ് ഹാൻഡ് ഉണ്ടാവും. അതും സെക്കൻഡ് ഹാൻഡോ? ഗൈസ്, അപ്പൊ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഫ്രണ്ടിലേക്ക് പോയിട്ട് കറുപ്പ് കളർ അടിച്ചിട്ട് വരുമോ ഗൈസ്? ഈ നമ്മളെ നാട്ടില് ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി, അമ്പലമൊക്കെ കാണുന്ന പോലെയാണ് ഇവിടെ ഗുരുദ്വാരകൾ. അതായത് പഞ്ചാബാണല്ലോ. ഇതുണ്ടോ ഗുരുദ്വാര? നമ്മൾ കുരിശുപള്ളി എന്നൊക്കെ പറയുന്ന പോലെ അവരെന്തോ സംഭവങ്ങളും അല്ലേ, ഗുരുദ്വാരയുടെ പുറത്തെ ഒരു സംഭവം കണ്ടേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. കാരണം പഞ്ചാബ് എന്ന് വെച്ചാൽ മൊത്തം പഞ്ചാബികളാണ്. ബാക്കിയുള്ള ആൾക്കാർ മൈനോറിയാണ്. അതായത് എന്താ പറയാ, മൈനോറി വെച്ചാൽ വളരെ കുറവാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ. അയ്യോ, വെടിപ്പുര. എന്റെ ദൈവമേ, അവിടെ ആൾക്കാർ വരുന്നത് എന്തിനാണെന്നറിയാമോ? 1 മണിക്കൂർ 2 മണിക്കൂർ ആവശ്യത്തിന്. അവിടെ വൃത്തിയൊന്നും വലിയ പിന്നെ പ്രാധാന്യമൊന്നുമല്ല. ഇന്ന് കണ്ട റൂം ഇന്നും കുഴപ്പമില്ലായിരുന്നു. ബട്ട് yesterday I am seeing the one hotel. This hotel is another people working place. Yeah. അയ്യോ, എന്റെ മൊബൈല് അയ്യോ മറന്നുപോയി. മേടിച്ചു പോയല്ലോടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അതും അവന്റെ വകയായിട്ടല്ലേ? കരിക്കുവാണോ ഉണങ്ങിയത്? അങ്ങനെ ആട്ടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇത് പത്താൻകോട്ടിൽ നിന്ന് ടൗണിൽ നിന്ന് ഇറങ്ങി നമ്മള് ഈ പറഞ്ഞ പൊളി ഒക്കെ നടക്കുന്ന സ്ഥലത്തോട്ട് പോകണം. മൊത്തം പട്ടാളക്കാരാട്ടോ. പട്ടാളക്കാർ ഫാമിലി ഞങ്ങളുടെ സംഭവങ്ങളാണ് ഇവിടെ സിലിഗുരിയിലൊക്കെ ഏറ്റവും കൂടുതൽ. ആർമിയുടെ ജനറേറ്റർ കൊണ്ടുവന്നുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആർമി ജനറേറ്റർ? ടാങ്ക് പോകുന്നുണ്ടോ? ഓ, കംപ്ലൈന്റ് ആയി. അല്ലടോ അത് മറ്റേ ഇതാ സ്മാരകമായിട്ട് വെച്ചാക്കുന്ന കേട്ടോ. മീൻസ് അതൊരു എക്സ്പെർട്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചാക്കുന്ന, ഡിസ്പ്ലേക്ക് വെച്ചാക്കുന്ന. ഇതേ ആൽമരം വെട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. വെട്ടി അതിന്റെ ശിഖരങ്ങൾ എങ്ങോട്ടോ അവർ കൊണ്ടുപോവാം. എനിക്ക് ഒന്ന് കന്നാലിക്കുള്ള തീറ്റയാന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല സുഹൃത്തുക്കളെ. ആൽമരം വെട്ടുന്നത് അത്ര നല്ലതല്ല കേട്ടോ. ഐശ്വര്യപരമായിട്ട് നിങ്ങൾ പൂർവികരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ആൽമരം വെട്ടാൻ പാടില്ല. ഐശ്വര്യത്തെ ശരിക്കും ഇത് ബാധിക്കും. ഫൈനലി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. നമ്മുടെ വണ്ടി നമുക്ക് വേണേൽ കാണാം ഇവിടെ നേരെ. ഇന്നലെ 2-3 പേരെ അവൻ കാണിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് സാരമില്ല, നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. കാരണം വേറെ വഴിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ കിട്ടുന്നത്. ഈ വണ്ടിയുള്ളൂ, ഒറ്റ ഒരു സ്ഥലത്തേ ഉള്ളൂ. ഈ പത്താംകോട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ കിട്ടുക. നിങ്ങൾ ഡൽഹിയിലും അവിടെ എവിടെയൊന്നും ആർമി ട്രക്ക് മേടിക്കാൻ പോയാക്കരുത്. കൈമറിഞ്ഞിട്ട് വരുന്നവനെ എല്ലാം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാണ്. പിന്നെ എൻ്റെ ഡോർ അടഞ്ഞിട്ടില്ല, ഒന്ന് അടയ്ക്കണേ എൻ്റെ ഡോറ്. അണ്ണാ ഗ്ലാസ് പൊക്കണ്ണ. ഞാൻ ഇതൊന്നും മൊത്തത്തിൽ കണ്ടില്ലായിരുന്നു, ഒന്ന് മൊത്തത്തിൽ കാണണം. തുമ്പി നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കണം. വണ്ടിയുടെ കാര്യം സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ, ഓരോന്നായിട്ട്.
നമസ്കാരം. തുമ്പി ഓരോന്നോരോന്ന് ചോദിക്കുന്നു. ओके ओके ये तो इतना हो गया. आप तो अभी फिलहाल गाड़ी स्टार्ट करके मूवमेंट करके सब दिखाएगा. उतना तक आपका ये मेरा അല്ല സ്റ്റാർട്ട് സമയത്ത് ഒന്ന് ചോദിച്ചു, സ്റ്റാർട്ട് സമയത്ത് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർ മാറ്റി തരുമെന്ന് ചോദിച്ചു. ഗൈസ് ഇതിൻ്റെ രീതികൾ ഞാൻ പറഞ്ഞുതരാവേ. അതായത് അത് മടക്കി വെച്ചോ തുമ്പി, അത് മടക്കി വെക്ക്. അതായത് ഇവരിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കും, എൻജിൻ ഭാഗങ്ങൾ റെഡിയായി കാണിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. എന്തൊക്കെയാണ് തുമ്പി ഇവർ ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞു തന്നെ. ഒരു വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് ആക്കും. എൻജിൻ സ്റ്റാർട്ട് ആക്കിയിട്ട് എത്ര കിലോമീറ്റർ ഓടി നോക്കിയേട്ടാ? മൂവ്മെന്റ് കണ്ടീഷൻ ആക്കി നമ്മുടെ അടുത്ത് തരും. പിന്നെ ഇവരുടെ മെക്കാനിക്കിനെ കൊണ്ട് വേണമെങ്കിൽ പണിയിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് പണിയിക്കാം. ആകെ 71,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 71,000 കിലോമീറ്റർ. എത്ര 71,000. ഇവിടുന്ന് ഓടിച്ചോണ്ട് പോകാനാണെങ്കിൽ ഇവിടുന്ന് എല്ലാ പണി എടുത്തിട്ട് പോകണം. അതല്ല ട്രക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയിട്ട് പണിയെടുക്കണം. ഓ, അതാണ് സംഭവം. ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടാ ആകെ 70 ഓടിയിട്ടുള്ളൂ അല്ലേ? ആ എഞ്ചിൻ കണ്ടാൽ മനസ്സിലാവൂലേ ഇവനെ? എൻജിൻ കാണാൻ പറ്റുന്നുണ്ടോ ചേട്ടാ? ക്ലീൻ എഞ്ചിൻ, ഒരു ലീക്ക് പോലും ഇല്ല. ഞാൻ കയറി വരാം, ഞാൻ അപ്പുറ സൈഡിൽ കൂടെ വരാം. ഗൈസ് അതായതേ ഞാൻ നിൻ്റെ എൻജിനൊക്കെ ഒന്ന് നോക്കട്ടെ. ഇതെടുത്താക്കല്ലേ തുമ്പി? എടുത്താക്കാം അല്ലേ? മനസ്സിൽ ചടിക്കണ്ട, നമ്മളെപ്പോഴും വേണ്ടാന്ന് വെച്ച് പോവുക. എടുത്താക്കാം. 5 വർഷം മുമ്പേ ഇതേപോലെ എടുക്കാമെന്ന് പറഞ്ഞു, ലാസ്റ്റ് മനസ്സ് മടിച്ചാണ്. അതൊന്ന് തള്ളി വെക്കാം ചേട്ടാ. ഇതിനകത്ത് ഇൻക്ലൂഡ് AC വരെയുണ്ട് ഇവന്. നിൽക്കത്തില്ല, ആ സീറ്റ് പോയതവന്. അതൊക്കെ നമുക്ക് മറ്റേ ഇത് കയറ്റാം, ബക്കറ്റ് കയറ്റിയാൽ മതി. പക്ഷേ ഇതിനകത്ത് ജനറേറ്റർ ഉണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടുതൽ വന്നേ ഓ ഇതാണ് എൻജിൻ? ഇല്ല, വണ്ടിയുടെ അടുത്ത് വരണ്ട. അത് ലിവിന് കാണിച്ചാൽ ജപ്പാൻ എൻജിൻ കാണട്ടെ ഗൈസ്. ഇതാണ് ഇതാണ് ജപ്പാൻ എൻജിൻ. എന്തിയാ കംപ്രസർ എന്ത് ചേട്ടാ? AC കംപ്രസർ ഉണ്ട് കേട്ടോ, എല്ലാം പണിയാണ്. അതെന്തിൻ്റെ ചേട്ടാ പോയിരിക്കുന്ന? ടർബോയുടെ ആണോ? സാധാ SML സ്റ്റിയറിംഗ് തന്നെയല്ലേ ചേട്ടാ? പിന്നെ എഞ്ചിൻ കിടക്കാച്ച എഞ്ചിനാ, ഷിഫ്റ്റ് അനങ്ങിയിട്ടില്ല എഞ്ചിൻ. നോക്കിയേ ഇവിടുന്നുള്ള സ്ലൈഡിങ് ഡോർ നോക്കിയേ, എഞ്ചിൻ അനങ്ങിയോന്ന് നോക്കി. ഇല്ല, ഞാൻ ഇറങ്ങട്ടെ. ഇല്ല, ഞാൻ അനങ്ങും. അയ്യേ, കൈ മൊത്തം ചിലേ. പക്ഷേ പുതുപുത്തൻ ടീഷർട്ട് കഴുകണം. ലിബിന സംഭവം ഒക്കെയാണ്. ബാക്കൊക്കെ ഓക്കെയാണ്. ബാക്കൊക്കെ ഫ്രണ്ട് ഓക്കെ. ഒരു ചെറിയ ലീക്കുണ്ട് ടയറിന്, അത് മാത്രം ഒരു പേടിയുള്ളൂ. ഇതാ സ്റ്റെപ്പിനി ഇല്ല വണ്ടിക്ക്. ഇതല്ലേ ബേക്കിൽ? എവിടെ? അവിടെ ഇല്ല, മേടിക്കാം. ടയർ ഇല്ലല്ലോ. ഈ വണ്ടിയുടെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് പൊളിച്ചു പണിയാം. വേറെ ഒന്നും ചെയ്യണ്ട, ഫ്രണ്ട് ഇച്ചിരി പൊളിച്ച് നമ്മുടെ ഡിസൈൻ വരുവാണെങ്കിൽ വണ്ടിക്ക് എടുക്കാച്ച്. അതെ, ആ ഫ്രണ്ട് ഭയങ്കര പോരാ. അതെ അല്ലേ? ഫ്രണ്ട് മാത്രം. ഇത് 4x4 ആട്ടോ, ഡിഫറൻഷ്യൽ ലോക്ക്. ഇതിൻ്റെ ബേക്ക് അനങ്ങിയിട്ടില്ല വണ്ടി. ഫ്രണ്ടാണ്. ഇത് ഏതാ മോഡലാവോ? ഭരത്തേട്ടാ ആ ഗ്ലാസ്സിൽ മോഡൽ എത്രയാന്ന് നോക്കിയേ. ഉണ്ടാവൂല, ആർമി ഉണ്ടാവും. ഇവര് ടോയ് ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. ഇവര് ടോയ് കൊണ്ടുവന്നാ. അങ്ങനെയാണ് ഇത് ചെളങ്ങിയാക്കുന്നത് അല്ലേ? ആയിരിക്കാം. ഇതൊക്കെ ഒന്ന് വലിച്ചു നീട്ടരുത്. ഇത് ടോയ് ചെയ്തപ്പോൾ ചെളങ്ങിയത്. ഒന്ന് വലിച്ച് നീട്ടിയിട്ട് ഒന്ന് പുട്ടിയടിച്ചാൽ മതി ഇത്. അതെ. അതിനാ ഡീസലോ? എയർ ഫിൽറ്ററോ ഡീസൽ ഫിൽറ്ററോ? അപ്പോൾ ഇത് B4 ആയിരിക്കൂലേ? അത് അറിയത്തില്ല. ഗ്ലാസ് നോക്കി ഏത് വർഷം എന്നുള്ളത് അറിയാൻ പറ്റും. ഇവർക്ക് കറക്റ്റായി പറഞ്ഞുതരാറില്ല. അല്ല ടയർ അങ്ങനെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. ടയർ ഉറപ്പ് പറയാൻ പറ്റില്ല. അതിന് മാറ്റമുണ്ടോ? മാറാൻ സാധ്യതയുണ്ട്. ക്ലാസ്സിലൊക്കെ സാധാരണ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഈ T3000 എന്ന് പറഞ്ഞൊരു 500 എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഒരു പിടിച്ച വണ്ടിയാണ്. ഇവരൊക്കെ എത്ര ലക്ഷത്തിലേക്ക് പിടിച്ചു? 1 ലക്ഷം രൂപ 50,000 പിടിച്ചായിരിക്കുമല്ലോ തുമ്പി. 1 ലക്ഷം എന്തായാലും കൊടുക്കേണ്ട വരില്ലേ? ഒന്നൊന്നുമല്ല, ഒരു 1.5-2 രൂപയ്ക്ക് അടുത്ത് പിടിച്ചായിരിക്കും അല്ലേ? ഇരുമ്പ് വിലക്കല്ല ഇവന് പിടിക്കുക. തൂക്കത്തിന് അവനെവിടെ പോയി? പൊളിച്ചു കിട്ടാൻ ഈ കൊടുത്ത പൈസ കിട്ടണ്ടേ, അതുകൊണ്ട് വലിയ വിലക്ക് എന്തായാലും പിടിക്കും. അതെ. ഇതിപ്പം നമ്മൾ ഒരു പിന്നെ ഇവിടെ ചോദിക്കുന്ന എത്ര രൂപയുടെ മൂല്യം കാണുന്നുണ്ട് നിങ്ങൾ? പൊളി സ്ഥലത്താണേല് തൂക്ക് റേറ്റിന്
എത്ര ടണ്ണ് കാണും? ടണ്ണിനനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. 7 ടണ്ണിന് മേലെ എന്തായാലും ഉണ്ട്. എന്തെങ്കിലും കുറയോന്ന് ചോദിച്ചു നോക്കാവോ അണ്ണ? അണ്ണ നമ്മുടെ എപ്പോഴത്തെ ഡയലോഗ് എന്തെങ്കിലും കുറയോ? 7000 × 35 എന്ന് പറയുമ്പോൾ 7000 × 35 പുളിവില എത്രയാണെന്ന് പറയാം കേട്ടോ. 7000 × 35 245 പുളിവിലയുണ്ടല്ലേ? എത്ര? 245 പുളിവിലയുണ്ട്. വേറൊരു കാര്യമുണ്ട്, അതിൽ ഒരു കെട്ട് കുറയ്ക്കണം. അതിനാ ഈ റബ്ബർ, പ്ലാസ്റ്റിക് അങ്ങനത്തെ അലിക്കൂടി അങ്ങനെ ഇല്ലല്ലോ. ആകെ ഈ ടയർ മാത്രമല്ലേ പ്ലാസ്റ്റിക് ആയിട്ടുള്ളൂ, വേറെ തന്നെ ഉള്ളി പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടെ ഒരു 500 കുറച്ചു. ആ 2 രൂപ ആണ് പുളി വരാം അല്ലേ? കാണണം. നമ്മൾ സ്ക്രാപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. അതിന് നമ്മുടെ വണ്ടിയുടെ മേളിൽ വെച്ചാക്കുന്നത് ബുക്ക് സാധാരണ നമ്മൾ ടയർ മേടിക്കുന്നില്ല, ആ ഏതെങ്കിലും ടയറിന് വില വെച്ചാൽ ഇല്ല. അതിനാ ടയറിന്റെ വില 15,600. അങ്ങനെയാണോ അത്? എൻ്റെ ചാവി ആ ജനറേറ്റർ ബ്രോ ജനറേറ്റർ ഇല്ല. ജനറേറ്റർ ഇവർ മാറ്റിയിട്ടുണ്ടാവും, അല്ല ആർമി എടുത്ത് കാണും. ആ ജനറേറ്റർ റൂം അല്ലേ ഇത്? അച്ഛാ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കാണാൻ ചോദിച്ചാൽ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചാൽ അഡ്വാൻസ് തന്നാല്. अभी कोई किसी को बुला के स्टार्ट करके नहीं सकते, फिर हम बाकी उसका आगे इसको ना एक्चुअली क्या है, जब मुझे स्टार्ट कराना है मुझे सारा फ्यूल पाइप फ्यूल वो खोल के पंप क्या है एक बार नहीं कर काम होगा. ടോക്കൺ കൊടുക്കാൻ വേണ്ടി പോവാണ്. തുമ്പി എന്തൊക്കെയാ പറഞ്ഞെന്ന് പറഞ്ഞേ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തരും, ആ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആക്കി തരും. ആ ബാക്കി വണ്ടി ട്രയൽ അടിക്കാൻ തരും. ആ സ്റ്റാർട്ട് ചെയ്ത് ട്രയൽ അടിക്കുന്ന സമയത്തിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും അവർ റെഡിയാക്കി തരും. അപ്പൊ നല്ലൊരു മെക്കാനിക്കിനെ കേരളത്തിൽ പറഞ്ഞ് റെഡിയാക്കി. SML അങ്ങനെ കംപ്ലൈന്റ് വരാനില്ല. ഇത് ഒറിജിനൽ സ്പെക്ക് ജപ്പാനാ. ജപ്പാനാ. പിന്നെ രണ്ടാമത്തെ കാര്യം, വണ്ടി ഓടിച്ചോണ്ടാ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മെക്കാനിക്കല് 4x4 അതിൻ്റെ ഹബ്ബ്, ഗ്രീസിങ്, ബെയറിങ് എല്ലാ സാധനവും ഇവിടുന്ന് ചെയ്തുകൊണ്ട് ഓടിച്ചോണ്ട് പോകാം. അല്ലെങ്കിൽ ഇവിടുന്ന് ട്രക്ക് ചെയ്യുക, ബാംഗ്ലൂർ കൊണ്ടിറക്കുക, അവിടെ നിന്ന് പിന്നെ അടുത്ത ട്രക്ക് ചെയ്യുക, നാട്ടിൽ കൊണ്ടിറക്കുക, വർക്ക്ഷോപ്പിൽ കയറ്റുക, പണിത് കുട്ടപ്പനാക്കിയിട്ട് ഓടിക്കുക. ഇവിടെ നിന്ന് പണിതിട്ട് പോവാ. നമ്മൾ നാട്ടിൽ എത്തുന്ന ഇതിന്റെ പണി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. വഴി കിടന്നു പണി മേടിക്കാനുള്ള ആ ഒരു ത്വര. തുമ്പി ഇപ്പം ആര് വരും? ഇപ്പൊ മെക്കാനിക്ക് വരും. എന്നിട്ട് മെക്കാനിക്ക് വരും, ഇലക്ട്രീഷ്യൻ വരും, ബാറ്ററി ആയിട്ട് വന്ന് വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നതിലല്ല കാര്യം, വണ്ടി ഓടിക്കുന്നതിലാണ് കാര്യം. അപ്പം ഇപ്പം ഇലക്ട്രീഷ്യനും മെക്കാനിക്കും എല്ലാവരും കൂടെ വന്ന് ഇത് സംഭവം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചിട്ട് നമ്മളിതിന് അഡ്വാൻസ് കൊടുത്ത് നമ്മൾ ഡൽഹിക്ക് പോകും. അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞു സുഗുണ, സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ മ്യൂസിക് ഇടും. എന്നാ മറ്റേ ഇതിനകത്ത് അതല്ല തുമ്പി മറ്റേ ആയിട്ട് ഇടുന്നത് അങ്ങോട്ട് കാണിക്കും. AC ഒക്കെ ഉണ്ടല്ലേ? ഭരത്തേട്ട ചാരിയൊക്കെ ഉണ്ട്, പുത്തൻ ടീഷർട്ട് വന്ന് ചെളിയാവും. ജനറേറ്റർ അവരെടുത്തു. അത് പിന്നെ പരിപാടിയാണല്ലോ. വണ്ടി കൊടുക്കാൻ ജനറേറ്റർ എടുത്തു. ഇവരെടുത്തോ? ആർമി എടുത്തോ? അല്ല, അത് അവരുടെ ആർമി സ്പെയർ എടുത്തു. പിന്നെ ഇത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഇതാകുമ്പോ ഓട്ടം കുറവാണ്. ഏതാ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഷട്ടിലടിയല്ലേ. ഇതാകുമ്പോൾ മറ്റേ അപകടം വരുമ്പോൾ മാത്രമേ ഓടുന്നുള്ളൂ. അതെ, ആംബുലൻസ് ഓട്ടം 73,000 ഓട്ടം കുറവാണ്. അലമ്പ് ഓടിക്കാനും പറ്റത്തില്ല. നല്ല ടെറൈനിൽ കയറിയാലും ഒരു പരിധിക്കുള്ളിൽ വലിയ അലമ്പായിട്ട് ഓടിക്കത്തില്ല. ഓടിക്കാൻ പറ്റില്ല, ആളെ കൊല്ലാൻ പറ്റില്ല, ആളെ രക്ഷിക്കാൻ എത്തി. എന്തോ VIP ആള് വരുവാ കേട്ടോ. തുമ്പി ഇനി അടുത്ത അതൊന്നുമില്ല, പൈലറ്റ് അല്ലേ, പോട്ടെ. ഇവിടുത്തെ വണ്ടികളെല്ലാം ഇങ്ങനെ കേട്ടോ. പഞ്ചാബ് പോലീസ് ഇതുണ്ടോ? എന്തോ വലിയ ആളാ. പോലീസാ കാര്യമില്ല പട്ടാളമാണ് മോനെ. കോൺബേ ഇതൊക്കെ മേടിക്കാൻ കിട്ടും. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ. ഇപ്പൊ എന്നാ പറഞ്ഞു തന്നെ? അധികം ഓടാത്ത വണ്ടിയാണ് ഇതാ. അകത്തെ റേഡിയേറ്റർ ഒക്കെ ഒന്ന് നോക്കിയേ. गाड़ी ये सब परफेक्ट है. പെർഫെക്റ്റ്. അന്തർ റേഡിയേറ്ററും 70,000 ഓടിയില്ല തുമ്പി. जो खुला होता है उसका पता चल जाता है, चाबी लगा हो या कुछ नट खुला हो ना उसको समस्या होती है. गियर पूरा बराबर डल रहा है, बुश उसके भी ओके हैं. इंजन वो ऑलरेडी पाइप्स पूरा फिट है. ഇത് 4x4 ഡിഫറൻഷ്യൽ അല്ലേ കാണുന്നത്? ബേക്കിൽ പോകാൻ പറ്റില്ല. ബേക്ക് മൊത്തം കാണാം. ഇതിൻ്റെ വയറിങ് മൊത്തം അഴിച്ച് പറിച്ച് കളയണം. ഇതൊക്കെ തന്നെ പൈപ്പൊക്കെ ഓണാക്കുന്ന സംഭവം എന്നാവൂ? കൈ കഴുകുന്ന അല്ല കേട്ടേ. ഇത് നോക്ക്, ഇതിപ്പം ആലോചിച്ചു. ഇതിപ്പം ഇലക്ട്രിക് വണ്ടിയല്ലേ, ഇവർ കട്ട് ഓഫ് കൊടുത്തേക്കുന്നത്. ഇവിടുന്ന് ലൈൻ മാറണമെങ്കിൽ ഇവിടുന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് പൈപ്പ് മാറി വിട്ടാൽ. അപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ അത് വെള്ളം പോകുന്ന പൈപ്പാ ചേട്ടാ.
കൊള്ളായിരിക്കത്തില്ല. അതെ ചോദിച്ചു നോക്കി, അവനോട് ചോദിച്ചു നോക്കിയേ. പാനി കാന कौन सा ये एसी का होगा? AC का नहीं होगा ना, कट्टर ഏസിക്ക് പൈപ്പോ? एसी का वो लगा होगा ना अपना एयर वाला जो होता है, उसको कट ऑफ स्विच दिया होता है. കട്ട് ഓഫ് സ്വിച്ച് ഇതോ? അത് കട്ട് ഓഫ് സ്വിച്ച് എങ്ങനെയാ വന്നത്? കട്ട് ഓഫ് വെന്റ് വാൽവ് ഉണ്ട്, ഇത് കണ്ടോ? उसके लिए होगा ये. നൈസ്. ഹെഡ് ലാമ്പൊക്കെ വെള്ളം പൊട്ടി ആ ഇല്ല മേടിക്കാൻ കിട്ടും, വലിയ പൈസയൊന്നുമില്ല. ഇപ്പോൾ കറങ്ങി നടന്ന് നന്നാൽ മതി. ഇതൊക്കെ തുമ്പി എടുക്കാൻ നേരത്ത് വരൂലേ? ഓടിച്ചോണ്ട് പോകാൻ വേണ്ടി വരൂലേ? തുമ്പി നമ്മൾ 4 പേർക്ക് ഓക്കെയാ. सिर्फ भाई 4 പേർക്ക് കിടക്കാനുള്ള സംവിധാനമുണ്ട്. ആ സാധനം ബുക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങ് വന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് അതിനാ ഇപ്പുറത്തോട് ഗൂഗിൾ പേ നമ്പർ അതെനിക്ക് മനസ്സിലായില്ല. അല്ല ഹോട്ടൽ ബില്ല് കൊടുക്കണ്ടേ, റൂം എടുക്കണ്ടേ? അല്ല ഞാനും വരുന്നുണ്ടല്ലോ. അല്ല അതാ പറഞ്ഞത്. ആ എന്നിട്ട് വണ്ടിയെ കിടന്ന് കൊതുകടി കൊടുക്കുന്നതിന് നല്ല റൂമിൽ കിടന്നു. വണ്ടിയെ കിടന്ന ഫീലിംഗ് അറിയണം. ഭയ്യാജി തോടെ സൈഡ് ചെയ്തേക്കാം. വാ आयो फिर पड़े. വാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങ് വാ കുട്ടാ. मेरा मैकेनिक है. ദേ ഇങ്ങോട്ട് നോക്ക്. ഇത് കണ്ടോ? ഇത് തുറന്നേ, ഇത് തുറന്നു കഴിഞ്ഞിട്ട് ഇത് കണ്ടോ? എയറാ, ഡബിൾ ബെഡാ. ആയ കാലത്ത് ഒരു പ്രാവശ്യം ആംബുലൻസിൽ കയറിയിട്ടുള്ളൂ, കൊറോണ സമയത്ത്. ഞാൻ കയറി, വീണ്ടും കയറ്റി 1.5 കയറിയതാ. നിങ്ങളൊരു പ്രാവശ്യം കയറിയുള്ളൂ? ഒറ്റ പ്രാവശ്യം കയറിയുള്ളൂ. എൻ്റെ അമ്മേ, ഇത് ഇവിടെ തുറക്കാൻ പറ്റില്ല. ലോക്കാ ലോക്ക. അങ്ങനെ വേറെന്താ സെറ്റപ്പ് ചെയ്തോ കേട്ടോ? വീണ്ടും കയറ്റുമെന്ന് തോന്നുന്നല്ലേ. AC ഒക്കെ ഉണ്ടോ? AC ഇല്ല, അത് നല്ല പൊക്കവാ. പണിതെടുക്കണം. ബങ്ക് കറക്റ്റ് എണ്ണിയാ 4 പേര് പറഞ്ഞു. മേള് വരെ പൊങ്ങും. നമുക്ക് കാണാനുള്ളതാണ് ആ വിൻഡോ. അതാ എനിക്ക് മനസ്സിലായി. ഇത് 4 പേര് ഓടുമ്പം ഒരു 45,000 എണ്ണം പ്രതീക്ഷിക്കാമല്ലോ തുമ്പി? 45ഓ? ആ ബാക്കി അവിടെ പോയി. ഇവിടെ കൃഷ്ണ ഓടിച്ചോണ്ട് പോയിട്ട് ആവുന്നുണ്ട് 10-20,000 രൂപ 22,000 രൂപ എണ്ണ. അപ്പോൾ എത്ര വരും? എൻ്റെ ബസ്സൊക്കെ ഇവിടുന്ന് ഓടിയെത്താ അത്ര വരുള്ളൂ. 4, 5, 6 കിട്ടത്തുള്ളൂ. എത്ര? ഇവിടുന്ന് പത്താംകോട്ടിൽ നിന്ന് 45 രൂപയുടെ എണ്ണ 45-50 രൂപയ്ക്ക് വരുന്നുണ്ട് മാക്സിമം. ആവുമായിരിക്കും. അത്ര ആകത്തുള്ളൂ. എന്നാ മൈലേജ് കിട്ടുന്നു പിന്നെ ചോദിക്കുന്നത് ഭയങ്കര നാണക്ക. റോൾസ് റോയ്സ് ഒക്കെ മേടിച്ചിട്ട് എന്നാ മൈലേജ് കിട്ടുമെന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോട്ടെ. മൈലേജ് ചോദിക്കാൻ പറ്റത്തില്ല. ഇതിന് അഡ്വാൻസ് കൊടുക്കുക, പോവുക, എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. ഒന്നും നടന്നില്ലേ, പൊളിക്കാൻ കൊടുത്താലും കിട്ടും പകുതി പൈസ. അത് ശരിയാ, അത് ശരി കേട്ടോ. ശരിയാക്കാൻ നോക്കിയിട്ട് ശരിയാക്കാൻ നടന്നില്ലേ, പൊളിക്കാൻ കൊടുത്താൽ കിട്ടും ആ പൈസ. അല്ല 4x4 ഒക്കെ ഊരി കൊടുത്താൽ നല്ല പൈസ കിട്ടും. ഡിഫറൻസ് അല്ലേ? ശരിയാ. സാധനം വേറൊരു മൂഡാട്ടോ വണ്ടി. കായ്സ് നോക്കൂ, നേരത്തെ ഇന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് അവിടെ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടാണെങ്കിൽ 1.5 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അപ്പം നമ്മുടെ ചെറുക്കനെ ഇവിടെ ഇട്ടു. അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇവിടെ എല്ലായിടത്തും വെജ് കിട്ടത്തില്ല, ഇത് വെജ് കിട്ടത്തില്ല, നോൺ വെജ്. കാലം സെറ്റപ്പാ, അതിനാ രസമുണ്ട് കണ്ടിട്ട് തന്നെ മജ്ജ തോന്നുന്നു. അപ്പോൾ ഇത് മൊത്തം സാധനങ്ങളാട്ടോ. ഇതെന്നൊക്കെ ഉള്ളത്? ചോറ് കിട്ടുമായിരിക്കും. ഇവരിങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് ഇവരുണ്ടാക്കുന്ന മൊത്തം റൊട്ടിയും പിന്നെ എല്ലാ കുടത്തിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയുണ്ട്. വാ തുമ്പി വരുന്നില്ലേ? ഇതൊക്കെ ആർമി ട്രക്കുകൾ പൊളിച്ച് വെച്ചേക്കുന്നുണ്ടോ നിങ്ങൾ ഈ കാണുന്നത്? ഇത് കണ്ടോ? ഇതെല്ലാം അങ്ങനത്തെ പരിപാടികളായി കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. പോയി കിട്ടുന്ന കഴിക്കട്ടെ. വിശന്നിരിക്കുന്നത് എന്തിനാ? എല്ലാം തുല്യം തന്നെയാണ് കേട്ടോ. വെറുതെ എന്തിനാണ് വിശന്നിരിക്കുന്നത്? അല്ല തുമ്പി, എടുത്തു എന്തിനൊക്കെ എടുക്കുക, മരുന്നൊക്കെ എടുക്കും. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം കേട്ടോ. അതേ സീറ്റുള്ളടുത്ത് ഇരിക്കാം. പക്ഷെ മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുമ്പിക്കും. चावल मिल जाएंगे ऐसे मटन के साथ. चावल कौन सी? बासमती वाइट. ചിക്കൻ കറി 1 ഒച്ചപ്പാടെന്നല്ലോ. ഇത് കണ്ടോ? ഓ ഇതാണ് സാധനം കേട്ടോ. चिकन ग्रेवी आ गया. ഓ ഇത് കട്ടിയുള്ളതും അത് കട്ടിയില്ലാത്തതും. ये 2 रोटी. 2 റൊട്ടി और एक प्लेट പ്ലേറ്റ് പറഞ്ഞത് മാത്രം കേൾക്കാൻ ഞങ്ങൾ വേറെ സ്ഥലത്തും കൂടെ പോവാം കേട്ടോ. വേറെ വണ്ടി കാണാൻ വേണ്ടി പോവാം. നമ്മൾ ഇന്നലെ വന്നില്ലേ അവൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഇവൻ്റെ 5 വണ്ടി ഇപ്പോൾ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞത്. അല്ല ഞാൻ സൈഡിൽ ഇരുന്നോളും. ഇല്ല കേട്ടോ, ആർക്കും വേണ്ട, ഞാൻ വേണ്ടി ഇരിക്കും. നല്ല രസമാണല്ലോ വെന്യൂ. ഫുൾ ടൈം AC സ്ക്രീൻ ആട്ടോ. ഇങ്ങനെ കൊള്ളാം കേട്ടോ. വെന്യൂ ആണെന്ന് തോന്നുന്നു. നമ്മളിവിടുന്ന് പോവുകയാണ്. അവനിനി നമ്മളെ കാണുമോ? ഈ ദുനിയാവിന്ന് ഒരെണ്ണമാ കിട്ടിയത്. വണ്ടി വരാൻ വേണ്ടി മൊത്തം വരാൻ വേണ്ടി 4-4:30 അപ്പോൾ എന്താണ് സംഭവം? ഇപ്പം പോയി 2 കാണാൻ പറ്റുള്ളൂ. വേണ്ട, 4:30 പോവാം, മൊത്തം കാണാം. ഇപ്പം പോയിട്ട് മറ്റേ കേസ് പിടിക്കാം. എല്ലാം വാണക്കേസും ഞങ്ങൾ പിടിക്കും. ഞങ്ങൾ പിടിക്കാത്തൊരു കേസില്ല, അറിയാവോ? തുമ്പിയാണ് ഇതിൻ്റെ എല്ലാം ലീഡർ. आप उधर है. ഇവൻ പോലും അറിയാതെ ഇവൻ്റെ വീഡിയോ ഞങ്ങൾ എത്ര വർഷം എടുത്തു.
പുള്ളിക്ക് പോലും അറിയത്തില്ല എത്ര പ്രാവശ്യം ഇവിടെ വീഡിയോ എടുത്തു. ഇവിടെ കുറേ പ്രാവശ്യം വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഇത് 1 year ഇത് ആർമി ബുള്ളറ്റ് ആണ്. ഇവിടെ ആർമി ബുള്ളറ്റ് ഒരു 10-70 ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. 70,000 രൂപ കേട്ടോ. പേപ്പർ മാറ്റി നാട്ടിലേക്ക് മാറ്റുന്നതിന് പേപ്പർ അടക്കം 70,000 രൂപ വരും. ഇവൻ കാണിച്ചു കൊടുക്കാം കേട്ടോ. അത് വരുന്ന വഴിക്ക്, അതായത് നമ്മൾ നേരത്തെ സ്ഥലത്ത് ഞങ്ങളൊന്ന് പുറത്തോട്ട് വന്നാ കണ്ടോ ഇമ്പോർട്ടഡ് മിസ്തിബുഷി ട്രക്ക് കണ്ടോ. ഇതെന്നെ ക്രെയിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മിസ്തിബുഷി ഈ ഇന്ത്യയിൽ കാണുന്നത്. ഇത് ഇമ്പോർട്ടഡാണ്. ക്രെയിനാ. ഓ മാൻ, HP രജിസ്ട്രേഷൻ നിൽക്കുവാടാ. എഞ്ചിനില്ല. എഞ്ചിനില്ല. നീ എങ്ങനെയുണ്ട്? അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കുനിഞ്ഞു നോക്കി. എഞ്ചിനില്ലേ? എഞ്ചിനില്ല. മിസ്തിബുഷിയുടെ എഞ്ചിൻ ഊരിക്കൊണ്ട് വേറെ മസ്തയ്ക്ക് കൊണ്ട് വെച്ചു. അടിപൊളി. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എവിടെ എത്തിയെന്ന് നോക്കിയേ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. പണ്ട് നമ്മുടെ KCBക്ക് ഉണ്ടായിരുന്നു. കേരള KCBക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് വണ്ടിയല്ല. മിസ്തിബുഷി തുമ്പി പണ്ട് കേരള KCBക്ക് ഉണ്ടായിരുന്നു മിസ്തിബുഷി ഉണ്ട്. പാവം ചേട്ടന് ഒളിച്ച് നിന്ന് മൂത്രം വെച്ചാൽ ഞാൻ എല്ലാവരും കാണിച്ചു. ലിബിനും പോയിട്ടുണ്ട്. നമുക്ക് നേരത്തെ തൊട്ടപ്പുറത്തോട്ട് പോകാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ ആൾ വന്നായിരുന്നു കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കിയായിരുന്നു. പോയാന്നിട്ട് ഞാൻ കണ്ട ആളുണ്ട്. എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കണം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം അഡ്വാൻസ് കൊടുത്ത് പോവുക. അങ്ങനെയാണ് നമ്മുടെ പർപ്പസ്. ഏതാ കളർ അടിക്കുന്നത്? ഏതാ തുമ്പി? കള്ള നമ്മക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായല്ലോ. ഞാൻ അടുത്ത ആരോടും പറയണ്ട. ഗായ്സ് നോക്കൂ, അവനാ എൻ്റെ വണ്ടി ചേട്ടാ എന്നൊക്കെ ചോദിച്ചത്. എന്നോടൊക്കെ ചോദിച്ചു എന്തൊക്കെ പറഞ്ഞു തരും, എന്നാ കുഴപ്പം എന്നൊക്കെ നൈസായിട്ട് ചോദിച്ച്. തുമ്പി നിങ്ങൾക്ക് ഹിന്ദി അറിയാമല്ലോ, എന്നാ പ്രശ്നം, എങ്ങനെയാ കാര്യങ്ങളൊക്കെ അപ്പുറത്തോടെ കയറി ചോദിക്കുക. എന്നാ പറ്റിയത്, എങ്ങനെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള എറിഞ്ഞു നോക്ക്. പോകുന്ന വഴിക്ക് അതൊക്കെ മേടിച്ചോണ്ട് വരാം. എന്നിട്ട് ബാക്കി പറയാം. ആണോ? എന്തിനാ ശ്രമിക്കുന്നതെന്നൊക്കെ ചോദിക്കേ. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക പറയാന്ന് പറഞ്ഞത് ആണോ? കഴിഞ്ഞിട്ട് അത് നമുക്ക് മറ്റേ വണ്ടിയും കാണാം. ഇച്ചിരി പയ്യെ ഒരു ചെയ്താൽ മതി. വേണ്ടി വേറെ ഒരുത്തിൻ്റെ വണ്ടിയുണ്ട്, അതുകൊണ്ട് കാണാം. വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും ഇവിടുന്ന് പോകട്ടോ. നാളെ നമ്മൾ ഡൽഹിയിൽ എത്തത്തുള്ളൂ. നാളെയാണ് നമ്മൾ ഡൽഹിയിലെ നമ്മുടെ സർക്കസുകൾ. ഇത് പോകുന്ന വഴിക്ക് ഓടിക്കൂലേ? ഏതാ ഇതോ? അതല്ല അത് ഓടിക്കാം. ഞാൻ പറഞ്ഞുതരാം. കയറി ഓടിക്കാനല്ല, എനിക്കിത് അറിയാവനെ. നീ എങ്ങനെ കൊച്ചുകുട്ടികളെ കാണല്ലേ, താക്കോലിരിക്കുക, അത് മൂട് മാറ്റുക, അത് നേരെ ഓടിക്കുക. ഇതെനിക്ക് അറിയാവുന്ന കാര്യമാ. എഞ്ചിനില്ല. വയറിങ്ങിന്റെ മറ്റേ ഡയഗ്രാം ഒക്കെ ഇട്ടു. വയറിങ്ങിന്റെ ഡയഗ്രാം ഉണ്ട്. എന്തി ഫോൺ താഴെ പോയല്ലേ? തൻ്റെ ഫോൺ പോയാ പോകുന്നത്. എന്തി മൊത്തം പിടിയേ മസ്ത സ്റ്റാർട്ടായി. വണ്ടി സ്റ്റാർട്ടായി. സ്റ്റാർട്ട് നിൽക്കട്ടെ, സ്റ്റാർട്ട് ചെയ്ത് നിൽക്കട്ടെ. വണ്ടി സ്റ്റാർട്ടായടാ. ഭയങ്കര സ്മൂത്ത് സൗണ്ട് ചേട്ടാ, ഭയങ്കര സ്മൂത്ത് ചെയ്തോ. തുമ്പി വെറുതെ പിടിച്ച് ഒറ്റത്തിരി. ഇത്ര പുക നോക്കിയേ. പുകയുടെ കാരണം തറ പോയി കാണോ? സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കട്ടോ. തുമ്പി ഇത് മെക്കാനിക്കലാണോ ഇലക്ട്രീഷ്യൻ ആണോ? ആണോ? അന്ന് പറഞ്ഞ എന്നാന്ന് വ്യക്തമായിട്ട് കേൾക്കട്ടെ. നമ്മള് ഫ്യൂവൽ പമ്പ് ലോഡ് ചെയ്യുക. ഫ്യൂവൽ പമ്പ് ലോഡ് ചെയ്തിട്ട് പമ്പ് ലോഡായി ടാങ്കിൽ നിന്ന് എടുത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. വലിയ കുഴപ്പമില്ല. ഡൽഹിക്കൊരു പൊൻതുവൽ കൂടെ ഇതുകൊണ്ട് വേണം ഡൽഹി പോയി. ഇത് ഡൽഹി പോയി പിടിക്കത്തില്ല കേട്ടോ വണ്ടി. 15 വർഷം പുത്തൻ രജിസ്ട്രേഷൻ അല്ലേ, ഇത് പിടിക്കത്തില്ല. അതെങ്ങനെ ചേട്ടാ? അത് നടക്കൂല. തമ്പാക്ക് കാണ്ട കണ്ട, ഇവിടെയുള്ള എല്ലാവരും പാകിസ്ഥാനോ. തമ്പാക്ക്, ഹൻസ്, കൂള്, ചൈന. സ്ലോ സ്പീഡ് സെറ്റായെന്നാ തുമ്പി പറയുന്നത് കേട്ടോ. എക് ബാർ ഡാലോ, ഒരു പ്രാവശ്യം ഇടാൻ പറ.
ആക്സിലേറ്റർ ഒന്നും കിട്ടുന്നില്ല വണ്ടിക്ക്. ഭയ്യ പോരാ, ആ നിലവിളി ശബ്ദം കേട്ടു. ആക്സിലേഷൻ മിലേക്കാ. എഞ്ചിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് ഓടിക്കാൻ പറയട്ടെ അവനോട്. തുമ്പി ഇങ്ങ് വന്നാലേ പിന്നെ. ആ ആക്സിലേറ്ററിന് വേറെ പൊട്ടി, എയർ ഫിൽറ്റർ. സൗണ്ട് വ്യത്യാസം കേട്ടോ. എയറൊക്കെ ലീക്കാ കേട്ടോ. അതാ ബേക്കോട്ട് വാ. ഫുൾ എയറൊക്കെ ലീക്കാ. എയറൊക്കെ ലീക്കാ. സ്റ്റാർട്ട് ആയിട്ടോ സാധനം. ഒരു സൗണ്ട് ഒരു അല്ലേ. ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ പോവാ. പക്ഷേ ഇത് എഞ്ചിൻ അനങ്ങൂല, അതാ പ്രത്യേകത. ആംബുലൻസ് ആയതുകൊണ്ട് മറ്റേതൊക്കെ ഡെയിലി ഓടുന്ന ഇത് ഡെയിലി. ഇതേ സ്കീമിൽ തന്നെയാണോ ഇയാള് തൻ്റെ ഈ വിരലിൻ്റെ അണ്ടി ഇതേ സ്കീമിൽ തന്നെയാണോ സ്റ്റാലിന് അവൻ തരുന്നത്? ആരാ അവൻ തരുന്നത്? മറ്റേവനോ? അല്ല ഇവൻ തരുന്നതിന്റെ എങ്ങനെ കണ്ടീഷൻ അറിയില്ല, നോക്കണം. വണ്ടി കണ്ടാലല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അവന്റെ വണ്ടി ഉണ്ട്, അത് നമ്മൾ കണ്ടു. ഡീസൽ പമ്പ് ഒന്ന് അനക്കാവോ? തോടാ ഫ്രണ്ട് ആക്സിലേറ്റർ വയറിന് ബ്രേക്കില്ല, എയറിലില്ല. വയർ പൊട്ടിക്കിടക്കുക. അയാൾ കൈ കൊണ്ടാണ് അത് പൊക്കിയത്. പനിയുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഓഹോ, എഞ്ചിൻ മാത്രം വർക്കായാൽ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടോട്ടും ബാക്കോട്ടൊന്ന് വെറുതെ ആക്സിലേറ്റർ പെഡലിന്റെ കേബിൾ പൊട്ടി അത് കൈ കൊണ്ട് വലിച്ചിട്ട് ഒരു ആക്കത്തില്ലേ? ഇതാണെന്ന് കട്ട് ഓഫ് ഓഫർ, ഹാൻഡ് ബ്രേക്ക് ഇതൊക്കെ എന്നാണോ യൂണിറ്റുകളുടെ എന്തൊക്കെയായിരിക്കും അല്ലേ ഏട്ടാ? അല്ലേ? അല്ല, എയർ ലീക്ക് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അതൊക്കെ നമ്മൾ ശരിയാക്കണം. നമുക്കിങ്ങനെ ഒരു അസ്ഥികൂടം കിട്ടും, അതിനെ നമ്മൾ ജീവൻ വെച്ച് എടുപ്പിച്ചോണം. എടുക്കുക തന്നെ, വേറെ തീരുമാനിക്കാനില്ല. വരുന്നത് വെച്ച് കാണാം. ഉറപ്പാണോ? ആ, അഡ്വാൻസ് എടുത്ത് പോവാം. സ്റ്റാലിനെ കൂടെ ഒന്ന് വൈകുന്നേരം തീരുമാനമൊക്കെ ഇട്ട് പോവാം. സ്റ്റാലിനും കൂടെയാ ഗൈസ്? വെള്ളം ഒഴിക്കാൻ പോകട്ടോ റേഡിയേറ്ററിലൊന്നും വെള്ളമൊന്നുമില്ല. വണ്ടി അനക്കാനല്ലേ? ഇവിടെ SML മാത്രം പണിയുന്ന ഒരാളുണ്ട്, അപ്പം അയാളെ കൊണ്ട് പണിയിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ലൈലാൻഡ് ഇത്ര ചെറിയ പൈസ ഇവിടെ കിട്ടുന്നതെന്ന് ചോദിക്കും. പൈസ എത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. സാര കാശ്. തുമ്പിനെ വിളിക്കണം, എല്ലാം പറഞ്ഞുതരും. വെറും 12 ലക്ഷം രൂപ എല്ലാ സാധനം ഈ വണ്ടി എടുത്തു തന്നെ ഈ തുമ്പിയണ്ണനെ കേട്ടോ. അണ്ണനെ പൊക്കി പറയാൻ വേണ്ടി ഒരിക്കലും പറയരുത്. അതല്ല, അതായത് ഇവിടെ ലൈലാൻഡ് ആരും മേടിക്കത്തില്ല, ഉപയോഗിക്കത്തില്ല. ഇവിടെ ആരും മാത്രം ലൈലാൻഡ് ഉപയോഗിക്കും. ഇവിടെ ടാറ്റയാണ് മെയിൻ. ഇവിടെ SML ആൾക്കാർ ഉപയോഗിക്കത്തുള്ളൂ, ഐഷർ ആരും ഉപയോഗിക്കത്തില്ല. ജമ്മു കഴിഞ്ഞാൽ പിന്നെ ഐഷർ ഇല്ല. അതായത് നല്ല ലഡാക്ക് ആ ഭാഗങ്ങളിലൊക്കെ SML കൊടുത്തുള്ളൂ. അപ്പൊ ഇതിന് കുറെ സംഭവം. ഇനി ലിവിനെ ഓവർ കളിച്ച് അതേപോലെ ഇരിക്കും, ജിപ്സി ഇരിക്കുന്ന പോലെ. കണ്ടില്ലേ എവിടെ ഇരിക്കുന്നത് കണ്ടോ? SML എന്നാ സംഭവം അറിയാം. നല്ല ഹൈപാസ് സ്ഥലങ്ങളിൽ SML കയറിക്കോളും, പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കയറ്റം വേണേലും SML. നമ്മുടെ നാട്ടിലെല്ലാവരും പറഞ്ഞാൽ SML കൊള്ളുവരുന്നത്. SML-ന് 2 മോഡലുണ്ട്. ഒന്ന് ഹെവി സാധനമുണ്ട്, അതായത് കയറ്റം കയറാൻ വേണ്ടി പറ്റിയ സാധനം, ഇച്ചിരി മൈലേജ് കുറവാണ്. അത് ആരും എടുക്കാതെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എഞ്ചിനുണ്ട്, അത് പോയി എടുക്കും. അതിൻ്റെ കംപ്ലൈൻറ്റ് ആണെന്ന് പറയും. ഓവർ സംശയമുള്ളവർ തുമ്പിനെ ബന്ധപ്പെടുക. എന്നിട്ട് സംശയം തീരാത്തവർക്ക് ഇത് ആർമി സ്പെക്കിൽ ഉണ്ടാക്കുന്ന സാധനമാണ് 4x4. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ, അതായത് കൊമേഴ്ഷ്യൽ പർപ്പസിന് ഈ സാധനം കിട്ടൂല. നമ്മൾ കണ്ടില്ലായിരുന്നു അവിടെ മറ്റേ മിസ്തിബുഷി. അത്രേ ഉള്ളൂ, അതാ വ്യത്യാസം. എഞ്ചിനില്ല അതിന്, ആ എഞ്ചിനൊക്കെ ഇതിൽ കൂരി കയറ്റിട്ടുണ്ടാവും. ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ് നോർമൽ വണ്ടിയേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. 17,000 രൂപ റിമ്മും ടയറിനും കൂടെ പൈസ. ബാറ്ററിക്ക് 18,000 രൂപ. ബാറ്ററി വലിയ ബാറ്ററിയാ. അത് നമുക്ക് ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട് വരാം. രൂപ ബാറ്ററി. ഈ പറഞ്ഞ പോലെ ഫ്രണ്ടും ബാക്കും ഈ പറഞ്ഞ പോലെ ഗ്രീസിങ് സംഭവം. നീ എന്നാ പറഞ്ഞ? ഡൽഹിയിൽ നിന്ന് ബാറ്ററി നമുക്ക് മേടിച്ചിട്ട് വരാം, അതാ നല്ലത്. ഇവിടെ ബാറ്ററിക്ക് വില കൂടുതലാണ്. ചുമന്നുകൊണ്ട് അല്ലെന്ന് കാറിനല്ലേ നമ്മൾ ഡൽഹിയിൽ നിന്ന് വരുന്നത്.
അല്ലാതെ നമ്മൾ നടന്നല്ലല്ലോ വരുന്നത്. ഡൽഹിയിലാണ് ചാത്തൻ കമ്പനി കിട്ടും. ചാത്തൻ കമ്പനി അമൃത്സർ എയർപോർട്ട് ഉണ്ട്, അവിടെ ഇറങ്ങി ബസ്സിന് വരാനാ പറഞ്ഞത്. എന്തിന് ഇത് ഓടിച്ചോണ്ട് പോണ്ടേ? ആ നമ്മൾ കാറിനല്ലേ വരുന്നത്. അനക്കുവാ വണ്ടി ബേക്കോട്ട്. ബേക്ക് പത്തലായേ പത്തല പത്തലായ പത്തലായ इधर पतला है, पीछे पतला है. देखो इधर पतला है. वो पीछे की कोई बात नहीं, आगे चलना चाहिए. ठीक है. ഇത് 4 ലോക്കായി ഇവിടെ. അനക്കൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിലോട്ട് എടുക്കണം വണ്ടി. ഇവിടെ സൈഡിൽ നിന്ന് നോക്കാൻ മാരക ലുക്കാട്ടോ വണ്ടി, മാരക അല്ലേ. ഇതേ മോസ്റ്റർ ചെയ്യുന്നേ അനക്കി കാണിക്കുവാണോ നമ്മൾ പറഞ്ഞത്? എന്താ നമ്മളിന്ന് അഡ്വാൻസ് കൊടുക്കാൻ നോക്കാം. അനക്കല്ല അനങ്ങുന്നു കാണിച്ചു കൊടുക്കണം ആൾക്കാരെ. അനങ്ങുന്നു ഗൈസ്. ഫ്രണ്ടിലോട്ട് വരുന്നില്ല, വരട്ടെ. എന്നാ സംഭവം? എന്താ പ്രഷറൊക്കെ കൊടുക്കാൻ പറയുന്നുണ്ടല്ലോ. വരട്ടെ വരട്ടെ വരട്ടെ. അത് ഫുള്ള് സാധനം കൊണ്ട് കയറില്ല. നമ്മളിപ്പോൾ ഇത് അനക്കി കാണിച്ച് ഇപ്പം തന്നെ അഡ്വാൻസ് എടുത്ത് പോകും കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. തുമ്പി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ പുറത്തു വരാൻ വേണ്ടി നോക്കി വയ്ക്കുന്ന പോലെ പുറത്ത് ക്യാമറ ആയിട്ട് നമ്മൾ നോക്കി വയ്ക്കുക. ഇപ്പൊ ഇറങ്ങും. ഓൺലൈൻ മീഡിയ സത്യം കേട്ടോ. ഓൺലൈൻ മീഡിയ ഒക്കെ സെലിബ്രിറ്റീസ് വരാൻ വേണ്ടി നോക്കി വയ്ക്കുന്ന പോലെ ഞങ്ങൾ ഈ വണ്ടി അനങ്ങാൻ വേണ്ടി നോക്കി വയ്ക്കുന്നത്. ഇതെന്നെ സംഭവം അറിയാം. ലോക്കായി അതാ. അതൊന്നും ഇതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതാ ഒറ്റ ഇതിൽ എടുക്കുവാണെങ്കിൽ കിട്ടും. പൊട്ടണം ഇനി ലീക്കാടാ. ലീക്ക് അതാ വന്നു. എയർ ലീക്കാ? എയർ ലീക്കില്ല. എയർ ലീക്കായ വണ്ടി ഫ്രണ്ടോട്ട് വരില്ല. ഇല്ല. बोलो चाचा जी है, मैं पता है. मैं 3 टाइम इधर आएगा. पता है? हाँ मुझे मालूम है. अच्छा गाइस ഞങ്ങളെ बोतल सामने रखी, ये बोतल सामने रखी. സാധനം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ തൊട്ടിപ്പുറത്തെ വശം വണ്ടികൾ നോക്കുക. ഞങ്ങളാണിത് അനക്കുന്നതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഒരു എന്നാ പറയുക, ഒരു എക്സൈറ്റ്മെന്റ് ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നേരെ മുന്നോട്ട് വരും. 4x4 ലോ. एक थोड़ा तंबाकू डालो भैया, थोड़ा डालो यार. क्या यार वो थोड़ा फ्रंट करो. अच्छा 4 ലോ. तुम भी വന്നു. വണ്ടി കുഴപ്പമൊന്നുമില്ല. ഈ സാധനം കൊടുക്കും. വണ്ടി അനങ്ങി കേട്ടോ. എന്നാ തുമ്പി സംഭവം? വണ്ടി അനങ്ങി. സംഭവം ആക്സിഡന്റ് കേബിൾ പൊട്ടിപ്പോയതാ. വണ്ടി മൂവ്മെന്റാ, വണ്ടിക്ക് വേറെ ഇതൊന്നുമില്ല, എല്ലാം റെഡിയാക്കിയിട്ട്. എടാ തുമ്പിയൊക്കെ എത്ര ജഡം കണ്ടിരിക്കുന്നു. ആ തുമ്പിയോടാ ഇതൊക്കെ പറയുന്നത് അല്ലേ തുമ്പി? ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ തിരിച്ചു ചേട്ടന് അതെ അത്ര ഒന്നും ഇല്ലല്ലോ. പ്രീമിയം വണ്ടിയൊന്നും അല്ലല്ലോ ഗൈസ്. എന്തായാലും സംഭവങ്ങൾ അവർ സെറ്റപ്പ് ആക്കട്ടെ. ഈ ഐഫോണിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഈ ഗ്ലെയർ. ഈ സാധനം ജീവിതത്തിൽ ഒന്നുമല്ല. ബേക്കോട്ടെ ടയറിലുള്ള സംഭവം ഓക്കെ. ഹീറോടൊക്കെ ഇല്ല സംഭവം. സക്സസ് പറഞ്ഞേ. സ്വന്തം ഭാര്യ പോലും വിശ്വസിക്കില്ല. ചോദിക്കുക വണ്ടി എടുക്കാൻ വേണ്ടി ശരിക്കും പോയതാണോന്ന്. നീ വിചാരിച്ച തട്ടിപ്പാന്നാ? ഈ വണ്ടി നമുക്ക് എന്തിനാന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദ്യമൊന്നുമില്ല, നമ്മൾ എടുത്തു അത് തന്നെ അല്ലേ. എന്നാ ഇത് ഓടിയടി പൊട്ടി. ഇതാ ഇത് ഓടുന്നു. ഓടുന്നു. മമ്മി വെച്ചിട്ട് പോക്കേ. ഓ
വെച്ചിട്ട് പോയിക്കേ, ഞങ്ങള് എടുക്കട്ടെ. എടുക്ക, ഓടിക്കേ ഗൈസ്. വണ്ടി ഓടിച്ച് കാണിക്കുക കേട്ടോ. റിവേഴ്സ് എടുക്കുക, ഓടിച്ച് കാണിച്ചല്ല വണ്ടി അവനെ ഒന്നും പറയല്ല. നമുക്ക് ഇതേപോലെ ഒരു ഇത് സാധനം അപ്പുറം അടിക്കാം, നല്ല ലുക്ക് ഉണ്ടാവില്ല. കാലക്ക് എനിക്ക് വേണ്ടിയുള്ള റിയൽസ് ചിത്രീകരിക്കാണ് തുമ്പി. അത് ഞാൻ ഇന്ന് അടിച്ചെടുത്തോണ്ട് പോകും. ഈ റിയൽസ് എനിക്ക് തന്നില്ല ഉണ്ടല്ലോ. എനിക്ക് വേണ്ടിയുള്ള റിയൽസ് ചിത്രീകരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? നല്ല വണ്ടിയാണ് കണ്ടിട്ട്. ഭരത്തേട്ട ഓക്കെ അല്ലേ? ഭരത്തേട്ട ഓക്കെ. തുമ്പിച്ചേട്ടാ ഓക്കെ അല്ലേ? എവർ പോയി പറഞ്ഞ സമയത്തിന് മുന്നേ വണ്ടി ഓടിച്ചു കാണിച്ചു. വേറൊരു കാര്യമുണ്ട്, അവന്മാര് 3 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 20 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തു. സാധനം നല്ല വണ്ടി ആയതുകൊണ്ട് വേറെ എയർ എടുക്കാനോ ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റാണ്. പണിയുണ്ട് അല്ലറ ചില്ലറ, അത് കുഴപ്പമില്ല. സ്റ്റാലിനും കൂടി എടുക്കുവാണെങ്കിൽ സ്റ്റാലിന്റെ മേളിൽ വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. എന്ന് സ്റ്റാലിന്റെ മേളിൽ ഇത് അതെങ്ങനെ ചെയ്യാൻ പറ്റും? സ്റ്റാലിന്റെ മേളിൽ ഇത് വെക്കാനാ പറഞ്ഞേ. എടോ നടക്കത്തില്ലെന്ന്. അതിനാ എടോ 7 ടൺ ഇത് ഓൾറെഡി ഉണ്ട്. എപ്പ ചെല്ലാനാ താൻ വീട്ടിൽ? പയ്യെ അങ്ങ് ഓടിച്ചു പോയാൽ മതി. കൊച്ചിന് 1 വയസ്സാകുമ്പോ വീട് പിടിക്കാം. അതിനാ സ്റ്റാലിന്റെ മേളിൽ ഇത് കയറൂല്ലോ. നിങ്ങൾക്ക് തുമ്പി നല്ലായിരുന്നു പേരുണ്ട്. നമ്മുടെ തുമ്പിയുടെ മേളിലല്ല കേറ്റുന്നേ. ഒന്ന് ലോഡ്, 2 എത്തത്തില്ല. പിന്നെ പണി ഡബിൾ, മറ്റേ വണ്ടി ഇരട്ടി പണി എടുക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിന്റെ സാധനങ്ങൾ ഓടിച്ചു പോവാ. ഒരെണ്ണം ഞാൻ ഓടിക്കാം, ഒരെണ്ണം നിങ്ങൾ ഓടിക്കും. ബൈ വൺ ഗെറ്റ് വൺ. ഇതിന്റെ ഫൈനും കിട്ടും, അതിന്റെ ഫൈനും കിട്ടും. അതല്ല, ഒരെണ്ണം ഞാൻ ഓടിക്കുന്നു, ഒരെണ്ണം നിങ്ങൾ ഓടിക്കുന്നു. വരുവോ? വരും. ഇപ്പോഴും പറയാണ് ഈ വണ്ടി നമുക്ക് എടുത്തേക്കുന്ന അതൊന്ന് പൊക്കാൻ പറ്റുമായിരുന്നു, അടിപൊളിയായിരുന്നു. എയറില്ലാതെ വർക്കാകത്തില്ലല്ലോ. ബ്രേക്ക് പിന്നെ എയറില്ലേ? അത് പറ്റൂല. ചേട്ടാ സ്കാൻ ചെയ്യാൻ പറ്റുമോ ചേട്ടാ? കണ്ടുപിടിക്കുക ചേട്ടാ. സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വണ്ടി ഓടി നമ്മുടെ അതിന് ലീക്ക് ഉണ്ട് കേട്ടോ, എയർ ലീക്ക് ഉണ്ട്. അതേ പോകുന്നു, പോയി ഗൈസ്. പൈപ്പ് ലീക്ക്. അമ്പ കാലക്ക് റിവേഴ്സ് വരുമായിരിക്കും അല്ലേ തുമ്പി? മാറും റിവേഴ്സ് വരുവാ. അമ്പടാ, നമ്മുടെ വണ്ടി ഇറക്കി കേട്ടാ. ആടാ ആടുന്ന് നോക്കിയ സാധനം കിടന്ന് ആടുവാ. അവനെ SML വണ്ടി എവിടെ വേണമെങ്കിലും കേറിപ്പോവും, പേടിക്കണ്ട. അതെ. തമിഴ്നാട്ടിൽ 2-3 റിസോർട്ടുകാർ ഇതെടുത്തുണ്ട് തുമ്പി. എന്നിട്ട് അവരിത് മറ്റേ കാടിൻ്റെ ഉള്ളിൽ കൊണ്ടേ കാണിക്കുന്നത്. ഇത് മാത്രമേ ഓർത്തുള്ളൂ. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല വണ്ടിയാ? അല്ല, അത് കയറ്റാന്നുള്ളൂ. അത് സിമ്പിളാ. 10-50,000 കൊടുക്കി കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് കയറ്റാം. അതിൻ്റെ ഇടയ്ക്ക് ഫോർച്യൂണർ കൊടുക്കുന്നത് ചോദിച്ചേ. പവർ സ്റ്റിയറിംഗ് കയറി കഴിഞ്ഞാൽ വണ്ടി. ഇവർക്ക് ഇതൊന്നും ഒരു അത്ഭുതമല്ലേ? ഇവർക്കൊന്നും ഈ വണ്ടി ഒരു അത്ഭുതമേ അല്ല. കാരണം സ്ഥിരം കാണുന്ന. ഓഫ് എൻ്റെ തുമ്പി നോക്കിക്കേ നിങ്ങൾ, എന്താണോ സാധനം. ഓഫ്, ഈ സൈഡേ പോലെ അത് താത്തണം, വന്നാലേ വണ്ടി ലുക്ക് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. നീ പറഞ്ഞ പണിയൊന്നുമില്ലല്ലോ. ഇനിയല്ല നമ്മൾ സ്വന്തം പരിപാടികളല്ലാടാ നടത്തുന്നത്. അമ്പട കള്ളാക്കിട്ട് നമ്മുടെ വണ്ടി ലുക്ക് കലക്കി പോയിട്ട് അങ്ങ് പോയി. ഞാൻ ഓർത്ത് ഇത്ര ഓടുമില്ല കേട്ടോ വണ്ടി. താൻ പണ്ടത്തെ കുളിക്കടവ് കേസാണോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്? എന്തായാലും നിങ്ങളുടെ അടുത്തേക്കാളും കുറവേ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് എക്സ്പീരിയൻസ്. കറങ്ങി തുമ്പി, കറങ്ങി വരുന്നു. ഒരു നിമിഷം പോലും ക്യാമറമാൻ എബിൻ ഈ ബുൾജെറ്റ് ചാനലിന് വേണ്ടി ഇതാ റിപ്പോർട്ട് ചെയ്യാണ്. ഒരു നിമിഷം പോലും പ്രേക്ഷകരെ നഷ്ടപ്പെടാതെ ഈ ബുൾജെറ്റ് ക്യാമറമാൻ അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന വണ്ടി ഏകദേശം വളക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്, അല്ലേ തമ്പി? ഇപ്പൊ തിരിക്കും. വമ്പം ബ്ലോക്ക് ചമ്പ് ഇപ്പൊ അവിടെ കാണി നിന്ന് പോയി. എന്നെ ചെയ്യും ഇത് തള്ളാൻ പറ്റുമോ? അതുങ്ങാനും നിന്ന് പോയി എന്ത് ചെയ്യും ചേട്ടാ? ഫുള്ള് ബ്ലോക്കാ. ഇത് നോക്കിയാ ഫുള്ള് ബ്ലോക്കാ കേട്ടോ. അടിപൊളി ഗൈസ്, സംഭവം ബ്ലോക്കായി. പുള്ളി തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ജീവിതത്തിൽ തിരിയൂല. അത് പവർ സ്റ്റിയറിംഗ് അല്ലല്ലോ, മൂവ്മെൻറ്റ് വേണം. അപ്പം നമ്മളിവിടെ നിന്ന് കാര്യങ്ങളോടൊന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഊരി പോകുന്നത്, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്.
അല്ല മുട്ട അതിന് പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ അടിപൊളി. ഓണത്തിനിടെ പൂട്ട് കച്ചവടം. ഇതേ അടുത്ത നോക്കിയേ തുമ്പി, സത്യം പറഞ്ഞ ഒരു പ്രത്യേക ലുക്കാട്ടോ. മാര ലുക്കാ, ഒരു മാസി. ഇതിനൊരു പ്രത്യേക ലുക്കുണ്ട്. ലൈലാൻഡിന്റെ പിന്നെ ആംബുലൻസ് ഉണ്ട്, അതിനൊരു പ്രത്യേക ലുക്കുണ്ട് കേട്ടോ. ഇതൊക്കെ 2011 ആർമി കയറിയതാന്ന് ആലോചിക്കണം. 2013 കൊണ്ട് വണ്ടി കേട്ടോ. 11 കയറിയ വണ്ടി. BS3 ആയത്. BS3 BS6 ഒരു ടെറർ ലുക്കല്ലേ ഏട്ടാ വണ്ടിക്ക്. ഒരു റഫ് ആൻഡ് ടഫ് അല്ലേ ഒരു റഫ് ആൻഡ് ടഫ്. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിലോ, ഒരു മറ്റേ ഉടുമ്പിനെ പോലെയൊക്കെ ഉണ്ടല്ലേ, ഉടുമ്പ് അല്ലെ എന്തോ ഒരു സൈസ്, കാറ്റിലൊക്കെ നമുക്ക് പേടി വരുന്ന സൈസ് മൃഗങ്ങളില്ലേ, ഏകദേശം അതേപോലെയൊക്കെ ഉണ്ട്. പുള്ളിനെ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തു കേട്ടോ. 5-6 വണ്ടി പുള്ളി ബ്ലോക്ക് ചെയ്തു. അത്യാവശ്യം വണ്ടിയൊക്കെ പുള്ളി ബ്ലോക്ക് ചെയ്തു. ഫ്രണ്ട് എന്തിനു ചെയ്യണേ വണ്ടിയുടെ നമുക്ക് റെഡിയാക്കാം. വെയിറ്റ് ചെയ്ത ട്രാൻസ്ഫോമറും കൊണ്ട് പോകുന്നു. KCB ഇവിടെ KCB ആയിരിക്കുമല്ലോ. ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ആ വണ്ടി വരുന്നത് നോക്കിയാണ് നിൽക്കുന്നത്. പുള്ളി ആ വണ്ടി ഇവിടെ നേരെ കൊണ്ടുവന്ന് ഇവിടെ വളച്ച് കയറ്റും കേട്ടോ. ഇതുണ്ടോ വളച്ച് കൊണ്ടുവരുന്നുണ്ടോ. എന്താ ലുക്കെന്ന് നോക്കിയേ, മാരക ലുക്കാട്ടോ സാധനത്തിന്. ഇച്ചിരി കൂടെ വലിയൊരു ടയർ ഉണ്ടായിരുന്നു, ഗുമ്മായനല്ലേ. നല്ല രസമാട്ടോ വണ്ടി കാണാൻ വേണ്ടി. അതിൻ്റെ ഇളക്കം നോക്കിയേ. ആഹാ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. എൻജിൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബ്രേക്കുണ്ട് സംഭവം. ഓക്കെ, പവർ സ്റ്റിയറിംഗ് തരണം. അതെ, ഒക്കെ ചെയ്യാൻ കേസല്ലേ ഉള്ളൂ. അമ്പോ എന്താ സെറ്റ്. ഫുള്ള് പൊടി പാറ്റിച്ച് പുള്ളി. അയ്യോ വണ്ടി പൂട്ടിയല്ലേ. ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായി. ശ്വാസം മുട്ടിപ്പോയി. എല്ലാവരും ഇതേപോലെ നോക്കി നിൽക്കും കേട്ടോ. കൊള്ളാം വണ്ടി അവിടെ കയറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. തുമ്പിക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു വീഡിയോ വേറെ വീഡിയോ എന്താ പറയുക, വണ്ടി നേരെയാക്കിയിടാൻ വേണ്ടി. അതിന്റെ ഇത് നോക്കിയവനെ സസ്പെൻഷൻ ഒലക്ക നോക്കിയ ഉള്ളിക്കല്ല, അതിനകത്തല്ലേ 4x4 അല്ലേ ഡിഫറൻഷ്യൽ. അവന് ഇത് ഓടുമ്പോൾ 4 ലോക്ക് ഒരേപോലെ പിടിക്കുക. അങ്ങനെ വേണ്ടി പിടിപ്പിക്കാം. അല്ല ഇത് ഓൾ ടൈം 4 വീൽ ആയിരിക്കുമല്ലോ. ആണോ? എൻ്റെ അവരൊക്കെ ഓൾ ടൈം 4 വീൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഓൾ ടൈം ആയിരിക്കുമല്ലോ. സെറ്റ് റെഡി. കാശ് കൊടുക്കുക, പോവുക. പണ്ട് നമ്മൾ വന്ന് റിവ്യൂ ചെയ്ത സാധനം ഇതേ കിട്ടി. അത് മേളിൽ കയറി. മിഗ് മേളിൽ കയറി. അതിനെ മേളിൽ കയറ്റി. ചേട്ടാ അത് അവിടെയല്ലായിരുന്നു, ഇവിടെയായിരുന്നു. അമ്പോ അതെപ്പോഴും അവിടെ കയറിയേ. എടാ കള്ള സോമാ, നീ അങ്ങനെ അവിടെ കയറി പറ്റിയല്ലേ. ഇത് പക്ഷെ കംപ്ലീറ്റ് സ്ക്രാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. കംപ്ലീറ്റ് സ്ക്രാപ്പാണ്. പമ്പ സ്ക്രാപ്പാട്ടോ. എന്ത് ഓറഞ്ചാ? ഓറഞ്ച് ഫ്രഷാ? എന്ത്? മരത്തിൽ ഓറഞ്ച്. ഞാൻ അവിടെ കണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. ആൾക്കാർ നോക്കി പറയാൻ പറിക്കാൻ. ചാച്ചാ ക്യാ ബനായേഗാ इसके लिए? ये क्या है? खिचड़ी खाते हैं ना, दलिया। हाँ क्या खिचड़ी? ये बनेगा इसको। आपका घर किधर है? चाचा का घर किधर है? सिटी। ओ सिटी में. उसका रईस आएगा, दाल आएगा, कौन सा दूसरा? दाल आएगा, रईस आएगा, शुगर आएगा। हाँ और उसको क्या बोलेंगे आप, समझ ज्वाइन होती है, जीरा। हाँ जीरा। जीरा हाँ फिर वो आएगा गुड़। ദൈവം അല്ലടാ ജീവനെ, വേറെ ദൈവമാ പശു. गेहूँ, बीट। ഗൈസ് അതായത് നല്ല ഫ്രഷ് ഓറഞ്ച്. നല്ല ഫ്രഷ് ഓറഞ്ച് എന്ന് വെച്ചാൽ നല്ല കിഡിലൻ ഓറഞ്ച്. നോക്കിയാൽ നിങ്ങൾ എടോ, ഇങ്ങനെ ഇൻട്രഡക്ഷൻ കൊടുത്താലേ ആൾക്കാർ അവസാനം വരെ പിടിച്ചിരിക്കുള്ളൂ. അല്ല തന്നെ പോലെ ഇത് ഓറഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ടൊന്നും മിണ്ടാണ്ട് കാര്യം. ഇപ്പം ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ പുള്ളിക്കുമ്പോൾ ഉണ്ടല്ലോ. നീ നെയ്യുമല്ലോ ഇവനെ. ധർമ്മസങ്കടത്തിൽ ഉണ്ടായിരുന്ന പശുവിനെ ഞാൻ ഹാപ്പി ആക്കുവാണ്. ഹാപ്പി 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 ഹാപ്പി. എങ്ങനെയുണ്ട്? മരുന്നിടാത്ത ശുദ്ധമായ ഒരു ചൊടുക്കത്തെ പുളിയാ. വലിയ പുളിയില്ല, വലിയ മധുരമില്ല, നാച്ചുറൽ. It is nice. It is yummy. It is tasty. It is പശു കടിച്ചെന്നെ. വണ്ടിയിലിടേ. പശു കടിച്ചു. ആണോ? പണ്ട് വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ SC കിടപ്പുണ്ടായിരുന്നു.
പിന്നെ കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ബുള്ളറ്റിൻ്റെ വില ചോദിക്കാൻ. നിസ്സാര പൈസയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് എനിക്കറിയാം, കിട്ടത്തില്ല. അതായത് ഏതാണ്ട് 90,000 രൂപ 80,000 രൂപ വിത്ത് രജിസ്ട്രേഷൻ. അതെന്നാ സംഭവം? പഞ്ചാബിൽ നിന്ന് നേരെ കാനഡയ്ക്കും അമേരിക്കയ്ക്കും ആൾക്കാർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ബുള്ളറ്റ്, ജീപ്പും ജിപ്സി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. ഇവിടെ ഉള്ളവർ എടുക്കുന്നുണ്ട് കണ്ടമാനം. നമ്മുടെ നെപ്പോളിയൻ കുട്ടൻ നമ്മൾ നെപ്പോളിയൻ കിടക്കുന്ന കേട്ടോ. നെപ്പോളിയൻ പേര് നെപ്പോളിയൻ 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 സംസാരിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. ഞങ്ങളെ പിടിച്ച് സമോസ മുമ്പ് ശുഭാരംഭം മധുരം കൊണ്ട് വെച്ചേക്കുന്നു. പോരാത്തിന് മധുരമുള്ള ചട്നി ആയി വെക്കാൻ പറ്റുമോടാ? സൂപ്പർ സാധനം. നീ ഇത് കഴിച്ചിട്ട് കഴിച്ചാൽ നോക്കാം. സമോസ നല്ലതാണ്, പക്ഷെ നോർത്ത് ഇന്ത്യൻ സമോസയാണ്. നിനക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്ന് കടിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. തുമ്പി ഒന്ന് സംസാരിക്കും. തുമ്പി ഉണ്ട്, എനിക്ക് പോകണം. എന്തോ ഞാൻ സംസാരിക്കില്ല. बताओ क्या होता है? സംസാരിച്ച് അഡ്വാൻസ് കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അഡ്വാൻസ് കൊടുത്താൽ ഞങ്ങൾ പോകും കേട്ടോ. നന്നായിട്ട് നമ്മൾ എഴുതി കൊടുക്കുവാണ്. നമുക്ക് ഏത് കളർ വേണം, എന്താണ് നമ്മുടെ സ്പെക്ക്, എന്താണ് കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ പറയും. 50,000 രൂപ കൊടുത്തു. 20 ദിവസം വെയിറ്റ് ചെയ്യണം. 20 ദിവസം വെയിറ്റ് ആകുമ്പോൾ നമുക്ക് പേപ്പറാക്കി കൈ തരും. എന്നിട്ട് ഞങ്ങൾ വന്ന് ഓടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് ഇപ്പോൾ ഡീൽ സംസാരിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, അത് 20 ദിവസം കഴിഞ്ഞ് പറയാം. ഓക്കെ, ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. അവിടെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്, ഒരു റഷ്യൻ. അതും കൂടെ കണ്ടിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ആ ഭയ്യ एक स्टेपनी फ्री दे दो. Only Stephanie. Only Stephanie. 14,000 Stephanie. I'll be earning only 10,000 rupees. I'll give you 4,000 extra with me. സ്ഥലത്ത് വന്നാട്ടെ നമ്മൾ വണ്ടി നോക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഒരെണ്ണത്തിന് കൊടുത്തു. ഒരു റഷ്യയുടെ കമാസ് കണ്ടിട്ട് കിടന്ന. കമാസും അല്ല, ഉറാലും അല്ല, ട്രാക്ടറും അല്ല, ഇത് വേറെന്താ സാധനം. പൊളിച്ചു, സ്ക്രാപ്പായി. സ്ക്രാപ്പ് പോവാ അടുത്ത സ്ഥലത്തോ. എനിക്കെന്താടാ ബബിൾക്കെന്താടാ? നേരത്തെ ചവച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും എന്നെ പുറത്താക്കി. അടുത്ത പോവാട്ടോ, അടുത്ത സ്ഥലത്തോട്ട് പോവാം. ക്യാമ്പിൽ പോവാം. ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തില് ഇവന്റെ വണ്ടി കളക്ഷൻ കാണാൻ പോയി. ഇവന്റെ ഡിപ്പോയ്ക്കകത്ത വണ്ടിയുള്ള 6 സോറി ഡിഫൻഡർ നോക്കിയേ. എന്റെ അയാളുടെ ഒരു ഗൗരവം നോക്കിയേ. അതിൻ്റെ അകത്തിരിക്കുന്ന ആളുടെ ഗൈസ്. ജമ്മുവിനുള്ള ശ്രീനഗറിനുള്ള ട്രെയിൻ പോകുന്നുണ്ടോ? അപൂർവ കാഴ്ച കേട്ടാ. ആഹാ, എന്താ രസം നോക്കി, എന്താ ഫീലിങ്. ഇന്ത്യയിലൊക്കെ വിളിക്കുന്ന സംഭവങ്ങൾ കേട്ടോ. വണ്ടിയുടെ അടുത്ത് എത്തിട്ടോ. അപ്പം നമ്മൾ സ്റ്റാലിനും കൂടെ മേടിക്കാൻ പോവാണ്. എന്തായാലും നമ്മൾ മേടിക്കാൻ തീരുമാനിച്ചു. മൊത്തം നമ്മൾ 30 ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മിസ്റ്റർ ഭാര്യ, ഒരു മിനിറ്റ് കേട്ടോ, പെണ്ണ പറഞ്ഞു നോക്കട്ടെ. എടി ഞാൻ വണ്ടി നോക്കാൻ വേണ്ടി വന്നാ. ഐ എം സോറി. കത്തം പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ പ്രൊജക്റ്റിന് നമ്മൾ മൊത്തം 30 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ് ഇട്ടാക്കുന്നത് ഈ പണിക്ക്. അപ്പം അതങ്ങ് ചെയ്തു തീർക്കാൻ തീരുമാനിച്ചു. എന്തായാലും കുറേ നാളത്തെ ആഗ്രഹമാണ്, നടത്തണം. നോക്കിയേ, ഇതാണ് നമ്മൾ ഇത് ടാറ്റ സ്റ്റാലിൻ. ഇതാണ് ആർമിയിൽ നമുക്ക് കിട്ടുന്ന വണ്ടി. ഇങ്ങനെയാണ് കണ്ടീഷൻ. നിങ്ങൾ ഇങ്ങനെയൊന്നും എവിടെയും കണ്ടുണ്ടാവില്ല. പണ്ട് ഞാൻ ഇതിൻ്റെ ബ്ലോഗൊക്കെ ചെയ്തതാണ്. ഇങ്ങനെയാണ് നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്ന ഈ സാധനം. നമ്മൾ നേരിട്ട് വന്നാണ് ഇതെടുക്കുന്നത്. ഇതിൽ ഏജൻ്റ് സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മളെ പണി ഇത് തന്നെ. ഇത് ടാങ്കർ. ഇത് അടുത്തത്. ഇതടുത്തത്. ഇതെല്ലാം എന്താ പറയുക, ഇതെല്ലാം നമ്മൾ നോക്കാൻ വേണ്ടി വന്ന കേട്ടോ. എന്നാടാ ഇതിനെ BS3 നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. നമ്മളിവിടുന്ന് നേരെ ഡൽഹിക്ക് പോവാം കേട്ടോ. ഇത് കണ്ടതിന് ശേഷം എന്നിട്ട് ഫോണിൽ കൂടെ അഡ്വാൻസ് കൊടുക്കാമല്ലോ എന്നാണ് വിചാരം. തുമ്പി അവിടെ തിരിഞ്ഞിരിക്കുക, നല്ലൊരു ഫോട്ടോ എടുത്തു തരാം. ഇത് തുറക്കാൻ പറ്റൂലേടോ. ഇതിൻ്റെ ഉള്ളെങ്ങനെയാ? ഇങ്ങനെ വരും. ഉള്ളൊക്കെ മൊത്തം വധവാട്ടോ. ഉള്ളില്ല, എല്ലാം പണിതെടുക്കണം. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, ഇവരെന്തും മാറ്റിയിടാൻ സമ്മതിക്കും. ഇത് പിന്നെയും കുഴപ്പമില്ല, വലിയ വധക്കേസല്ല.
ഇത് പിടിച്ചാടാ അതിൻ്റെ ഉള്ളു നോക്കട്ടെ. ഇതിന്റെ എല്ലാ സാധനം നല്ല എല്ലാ ആർമി എടുക്കൂടാ ലിബിനെ, ഇവർക്ക് കിട്ടുമൊന്നുമില്ല. സ്ക്രാപ്പ് കണ്ടീഷനിൽ സാധനം കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടത്തുള്ളൂ. നമ്മൾ വേണം ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ. സാധനം ഒരു ഫീലാട്ടോ. സ്റ്റാലിൻ രണ്ടും എടുത്തേക്കാം. ഏതൊരു ഒരെണ്ണം ഒളിപ്പിക്കാം. അച്ഛാ ഇവിടെ 3 എണ്ണം. ഇത്ര വണ്ടി തുമ്പി, ഇത്ര വണ്ടി ഇവൻ എടുത്തിടണല്ലേ? ഇവൻ ചില്ലറക്കാരനാണോ? 4, 5, 6 അവൻ്റെ ആസ്തി എന്നാന്ന് ആലോചിക്കുക. അപ്പം നമ്മൾ ആദ്യം പോയ അവൻ്റെ ആസ്തി എന്നാ? ടാറ്റ. ഇത് ടാറ്റ കേട്ടോ, ഇത് ടാറ്റയുടെ സാധനം. അതിൽ ഐലാൻഡ് ടാറ്റ കെട്ടി വെച്ചേക്കാം നൂൽക്കമ്പിയിൽ. എന്നാ ചെയ്യാനാ? അച്ഛാ ज़्यादा रेट नहीं रहेगा, 700 के ऊपर। 700 इसका वर्कशॉप में डालने के लिए चाहिए। ये वैसे आपको चाहिए वैसे ഇത് നോക്കട്ടെ കേട്ടോ. ഇതോ ടയർ നോക്കിയേ, ജേക്കെ അല്ലേ? ജേക്കെ MRF അങ്ങനെയൊക്കെ കേട്ടോ. നോക്കട്ടെ. ടാറ്റ അത്ര പോലെ, ടാറ്റ ഭയങ്കര ചെറുപ്പമാണ്. ഓ ടാറ്റയുടെ വേറെ രീതി കേട്ടോ. ലൈലാൻഡ് ഇരിപ്പ് സുഖം, അത് കണ്ടാൽ മനസ്സിലാവും. തുമ്പി തുമ്പി കാട്ടപരാതി ഒരു തുമ്പിച്ചി. ലൈലാൻഡ് കേട്ടോ സുഖം, മറ്റോ കുഴിക്കാത്തായിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കിണിക്കല്ലേ? ഞാൻ അറിഞ്ഞു ഈ കിടക്കുന്ന കാട്ടപരാതി തന്നെ. കിടക്കുന്നതിനകത്ത് ഉള്ളതിൽ നല്ലത് ഏതാന്ന് ചോദിച്ചാൽ അപ്പോഴോ ബഹുമാനാകുമ്പോൾ സ്ഥിരം എടുക്കുന്നതല്ലേ, അതെടുത്ത് പണിതാ പോരെ, വല്ലാതെ വലയെടുത്ത് തന്നെ വെക്കണ്ടില്ല. ആ ചേട്ടാ ടാറ്റ കൊള്ളൂല്ലോ കേട്ടോ. സീറ്റ് നോക്കി. അതായത് എയറിന്റെ എയർ സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ. ആണോ? ഇതെല്ലാം സംസാരിക്കാം. എഞ്ചിൻപരമായിട്ട് ഇതും ഈ ടാങ്കറില്ലേ, ഈ ടാങ്കർ, ഈ വാട്ടർ ടാങ്കർ, ഇതുമാണ് നല്ലത്. ബാക്കിയൊക്കെ പോക്കാന്നാ പറഞ്ഞ. ഇതെല്ലാം മൊത്തം പൊളിഞ്ഞ് കിടക്കുക. ഇതാ നല്ല പൈസയുടെ പണിയുണ്ട്. ഇവനെ സൈലൻസർ പൈപ്പ് വരെ പൊട്ടിക്കിടക്കുക. ഇതുകൊണ്ടോ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ പറയുന്ന സ്കീം ഓടിക്കുന്ന ബുദ്ധിയെന്ന്. മറ്റൊരു ഡീല് സംസാരിച്ചോണ്ടിരിക്കട്ടോ അവിടെ. ഡീലാകുമല്ലോ എന്ന് അറിയത്തില്ല. കാരണം ഇവൻ്റെ ഒരു സ്കീം നല്ല സ്കീമാണ്. അതായത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോലെ എല്ലാം ഉണ്ട്. വണ്ടിയുടെ ബേക്കിലത്തെ ലൈറ്റും അതിൻ്റെ ലൈറ്റും പോയി നോക്കാം, വ്യത്യാസം ഉണ്ടോ? എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ആയിരിക്കും കിട്ടും കേട്ടോ. എല്ലാം ജഡായി സാബു, ജഡേജ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതിനൊക്കെ എടുത്ത് വേണം നമ്മൾ അപ്പം അങ്ങനെയുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. പാകത്തിലാകാതെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടോ വില വെക്കാൻ വേണ്ടി. ചേട്ടാ ഫൈനലി ഞങ്ങൾ തിരിച്ച് ഡൽഹിക്ക് പോവാണ് ഗൈസ്. അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ലിബിനും എല്ലാവരും ഇവിടെ ഉണ്ട്. തുമ്പിയൊക്കെ ഇവിടെ ഉണ്ട്. തുമ്പിയുടെ ഫോട്ടോ ഇട്ടു. കാണിച്ചു തുമ്പി? അല്ല, ഞാൻ മറ്റേ ഇത് സ്വന്തം ഇരട്ട പേര് വിളിക്കുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ. ഹൈലൈറ്റില് ഫുള്ള് തുമ്പിയുടെ പേര് തുമ്പി എന്ന് പറയും. വാണോന്നങ്ങനെ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയാം. എന്താ തുമ്പിനെ തുമ്പി എന്നല്ല വാണം എന്ന് പേരിട്ട എന്ത് ചെയ്താനെ? പേരിട്ടാ അപ്പൊ എന്ത് ഫോട്ടോ ഇടും? വാണക്കുറ്റിയുടെ ഫോട്ടോ ഇടുവോ? നല്ലൊരു ചോദ്യം. ഗൈസ് ഫൈനലി ഞങ്ങൾ പോവാണ്. കുറച്ച് കഴിഞ്ഞ് ലിബി വണ്ടി എടുക്കും. വെളുപ്പിനെ എത്തത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് പാട്ടുണ്ടാക്കി ഓണാക്കാൻ പോവാണ്. ഇപ്പം മുതൽ തുടങ്ങും ഡീസലിന്റെ ചിലവ്, അല്ല പെട്രോളിന്റെ ചിലവ്. എവിടെ ഓണാക്കുന്ന ഓഫാക്കുക ഗൈസ്. അപ്പം ഇപ്പം മുതൽ അങ്ങോട്ട് നമ്മൾ കീച്ചാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ ലിബിന് എടുക്കുമെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, കാലി വഴിയിൽ ലിബിനെ ഓടിക്കാൻ വേണ്ടി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ നേരെ എന്തൊക്കെ സൗണ്ട് വന്നു, ഇത് ഓണാക്കുന്നു. ഇവിടെ 2 തിരിക്കുന്ന സാധനമുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ നേരെ ഏത് വണ്ടി? അതില്ല. യെസ്, ഫൈനലി നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കണം. ഹൈവേ കയറാൻ പോകുന്നു. അപ്പോൾ ഇനി ഡൽഹിയിൽ എത്തിയിട്ടൊക്കെ കാണാട്ടോ സുഹൃത്തുക്കളെ. പഞ്ചാബിലെ പോലീസിന്റെ ഹൈലക്സ് ആയിട്ടോ. പോലീസിനെ ഒന്നും കൂടി ഉണ്ടോ ഹെൽമെറ്റ് ഒന്നുമില്ല ഓടിക്കുന്നത് മിടുക്കന്മാരെ അമ്മമാര്. ആ, റോങ് സൈഡിൽ പഞ്ചാബ് പോലീസിന്റെ ഹൈലക്സ് ആയി അടുത്താണ്.
എന്താ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ ഫ്രണ്ടില്.